Good evening. എൻ്റെ പേര് ജാൻവി നായർ. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആയിട്ട് ഇവിടെ അമൃത്സർ ഡിവിഷണൽ ഓഫീസ് പഞ്ചാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കയറിയിട്ട് കുറച്ച് നാളെ ആകുന്നുള്ളൂ. സോ നേരത്തെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തന്ന പോലെ ഞാൻ ആദ്യം എക്സാമിന്റെ പാറ്റേണിനെ പറ്റി, എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തരാം. ദെൻ റെസ്റ്റ് വിൽ ബി ക്യാരിഡ് ഓൺ ബൈ സൂരജ് സർ. ഓക്കെ, സോ കമ്മിങ് ടു ദ ബേസിക് ഡൗട്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്കും കുറച്ച് പേഴ്സണലി മെസ്സേജസ് വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന്. അപ്പോ ബേസിക് ഡൗട്ട് എല്ലാവർക്കും വരുന്നത് എലിജിബിലിറ്റിയിലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ പാസ് ഔട്ട് ആയ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഉള്ള ഡൗട്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ FCI അഡ്വർടൈസ്മെന്റ് റിലീസ് ചെയ്യുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഡേറ്റ് വരെ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാം. സോ ദ ബേസിക് എലിജിബിലിറ്റി അവർ പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ഡിഗ്രി. അപ്പൊ അലൈഡ് ഡിഗ്രിയിൽ വരുന്ന ഒരു മേജർ കോഴ്സ് ആണ് ഹോർട്ടിക്കൾച്ചർ. ഈയിടെയായിട്ട് കുറച്ച് കുട്ടികൾക്ക് അതൊരു ഡൗട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അത് ആദ്യം ക്ലിയർ ചെയ്യാന്ന് കരുതി. ഇപ്പൊ നമ്മുടെ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറിന്റെ അക്രിഡിയേഷൻ ഉള്ള കോളേജുകളിലാണ് നിങ്ങൾ BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് KU നിന്ന് ഇക്വലൻസി വാങ്ങിക്കാം. അതുപോലെ നിങ്ങളുടെ ഹോം യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പല സോണിലായിട്ടായിരിക്കും വേക്കൻസി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ടാവുക. അതായത് നോർത്ത് സോൺ, സൗത്ത് സോൺ, ഈസ്റ്റ് സോൺ, നോർത്ത് ഈസ്റ്റ് സോൺ, വെസ്റ്റ് സോൺ, അങ്ങനെ. അപ്പൊ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ കമ്പയർ ടു സൗത്ത് സോൺ, നോർത്ത് സോണിൽ ഒത്തിരി വേക്കൻസി കാണുന്നുണ്ട്. ലൈക്ക് അതിന്റെ ഒരു 3-4 മടങ്ങ് വേക്കൻസി കാണുന്നുണ്ട് നമ്മുടെ ടെക്നിക്കൽ കാഡർ. അപ്പൊ നിങ്ങൾ ജോബാണ് അത്യാവശ്യം, അതായത് കോമ്പറ്റീഷൻ ഇച്ചിരി കുറവായിരിക്കും ഒബ്വിയസ്ലി വേക്കൻസി കൂടുന്ന സമയത്ത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് കൊടുത്ത് നോർത്ത് സോൺ വെച്ച് അപ്ലൈ ചെയ്യാമെങ്കിൽ നോർത്ത് സോൺ കൊടുക്കുക. നോർത്ത് സോൺ കൊടുത്താലും നിങ്ങൾക്ക് എക്സാം സെന്റർ നാട്ടിൽ തന്നെ ആയിരിക്കും, നിങ്ങൾ ചൂസ് ചെയ്യുന്ന നാട്ടിലെ സെന്റർ തന്നെ ആയിരിക്കും കിട്ടുക. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സ്റ്റേറ്റിലോ അല്ലെങ്കിൽ സദേൺ സോൺ വിട്ട് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സൗത്ത് സോൺ തന്നെ കൊടുക്കുക. അത് ഫോംസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് സോണിന്റെ പ്രിഫറൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓഫ്കോഴ്സ് നോർത്ത് സോണിൽ വേക്കൻസി കുറവായിരിക്കും. പക്ഷേ ഇപ്പോ വേക്കൻസി കൂടുതലായിരിക്കും, അതുകൊണ്ട് കട്ട് ഓഫ് കുറവായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് എനിക്ക് തോന്നുന്നത് ഈ വട്ടം അങ്ങനെ ഒരു ഡിഫറൻസ് ഒരുപക്ഷെ കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് FCIക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് വരുന്നതിന് മുന്നേ തന്നെ. ഓക്കെ, അപ്പോ നിങ്ങൾ നോർത്ത് സോൺ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടി ഒരു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇന്റർ സോൺ ട്രാൻസ്ഫറിന് എലിജിബിൾ ആകും. അതായത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഹോം സ്റ്റേറ്റിലോട്ട് തന്നെ പോകാനായിട്ടൊരു ഓപ്ഷൻ FCI തരുന്നുണ്ട്. ഓക്കെ, then coming to the exam pattern, FCI conduct exam in 2 tier, that is tier 1 and tier 2. tier 1 അതായത് പ്രിലിംസ്, tier 2 മെയിൻസ്. അഥവാ മാനേജർ എക്സാം ആണെങ്കിൽ ഒരു tier 3 കൂടി കാണും, അതായത് ഇന്റർവ്യൂ. സോ ഫോർ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ കാഡർ പ്രിലിംസും മെയിൻസും, മാനേജർ ടെക്നിക്കൽ കാഡർ വരുമ്പോൾ നിങ്ങൾക്ക് പ്രിലിംസ്, മെയിൻസ് ആൻഡ് ദെൻ ഇന്റർവ്യൂ ഒരു പാർട്ടും കൂടി വരും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും AFO പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കാണും. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഫ്രഷേഴ്സും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ടയർ 1 അഥവാ പ്രിലിംസിൽ നിങ്ങൾക്ക് ഒരു 4 മേജർ പോർഷനിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതായത് ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ് ആൻഡ് ദെൻ ജനറൽ സയൻസ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാമർ വരും, വൊക്കാബുലറി വരും, അങ്ങനത്തെ അതിന്റെ ഒരു വൈഡ് ഏറെ സിലബസ് കാണും. പിന്നെ അത് കഴിഞ്ഞ് റീസണിങ്, പിന്നെ മാത്സ്, ദെൻ ജനറൽ സയൻസ്. ജനറൽ സയൻസിൽ വരുന്നത് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് വരാം, പിന്നെ ജോഗ്രഫി, ഹിസ്റ്ററി. പക്ഷെ ഇതെല്ലാം ഹയർ ലെവൽ അല്ല, അപ് ടു ഒരു 8th to 10th ക്ലാസ് നിങ്ങൾ സ്കൂളിൽ പഠിച്ച ലെവലിലുള്ള ജനറൽ സയൻസേ വരുന്നുള്ളൂ. എന്നാൽ കൂടി ജനറൽ സയൻസ് ഒരു വാസ്റ്റ് സിലബസ് ആണ്. കാരണം ഒരു അഗ്രികൾച്ചർ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടും നോളജ് കുറഞ്ഞൊരു ഏരിയ ആണ്
ഈ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഈ പറഞ്ഞ 4 സെക്ഷനിൽ നിന്നും 25 ചോദ്യം വീതം, 100 ചോദ്യം. ഓക്കെ, ആൻഡ് ഓരോ സെക്ഷനും സെക്ഷണൽ ടൈമിംഗ് ആയിരിക്കും. അതായത് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്പ്ലേഡ് ആവും. 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ 25 ക്വസ്റ്റ്യൻ ചെയ്തു തീർക്കണം. അങ്ങനെ 15ന്റെ 4 സെക്ഷൻ, അതായത് 1 മണിക്കൂർ 60 മിനിറ്റിന് നിങ്ങളുടെ ആ എക്സാം കഴിയും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്യുന്ന ടൈം നമുക്ക് മാത്സിലോട്ട് എടുക്കാൻ പറ്റില്ല. എല്ലാ സെക്ഷനും 15 മിനിറ്റ് മാത്രമേ തരുന്നുള്ളൂ. അതേസമയം നമ്മൾ മെയിൻസിലോട്ട് എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഇതേ പാറ്റേൺ തന്നെയാണ്, പക്ഷെ 2 പേപ്പർ ഉണ്ടാവും. അതായത് പേപ്പർ 1 ആൻഡ് ദെൻ പേപ്പർ 2. ഓക്കെ, അപ്പോ പേപ്പർ 1 പ്രിലിംസ് പോലെ തന്നെയാണ്. ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, GS 25 ക്വസ്റ്റ്യൻസ് വീതം. പക്ഷെ മെയിൻസിൽ വരുമ്പോൾ ജനറൽ സയൻസിന്റെ വെയിറ്റേജ് കൂടും. പ്രിലിംസിൽ 25 ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ മെയിൻസിൽ ജനറൽ സയൻസ് എന്ന് വരുന്നത് 45 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ തൊട്ടേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഐ സജസ്റ്റ് നിങ്ങൾ ബാക്കി സബ്ജക്റ്റിന് വെയിറ്റേജ് കൊടുക്കുന്നതിൽ ഒരു പടി കൂടുതൽ ജനറൽ സയൻസിന് വെയിറ്റേജ് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് മെയിൻസിന്റെ പേപ്പർ 2 എന്ന് പറയുന്നതാണ് പ്രൊഫഷണൽ നോളേജ് എന്ന് പറഞ്ഞൊരു പേപ്പർ. അതിൽ 60 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ നമ്മളുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ വരും. അതിനൊപ്പം ബോട്ടണി, സുവോളജി പോലത്തെ സബ്ജക്ട്സും കൂടി വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ വെയിറ്റേജ് അഗ്രികൾച്ചറിന് തന്നെ ആകും. പക്ഷെ എന്നാലും ബോട്ടണി, സുവോളജിയിൽ നിന്നും അത്യാവശ്യം ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അഗ്രികൾച്ചറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതൽ വരുന്നത് സ്റ്റോറേജ് എൻറ്റമോളജി, പെസ്റ്റ് കൺട്രോൾ, എക്കണോമിക്സ്, അതിന്റെ വെയിറ്റേജ് കൂടുതൽ കാണുന്നുണ്ട്. ഇതിൽ മെറിറ്റ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ മെയിൻസ് എക്സാം ആണ്. അതായത് പ്രിലിംസ് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. നിങ്ങൾക്ക് മെയിൻസ് എഴുതാനായിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ് പ്രിലിംസ് എക്സാം. പക്ഷെ മെയിൻസിന്റെ മാർക്കാണ് നിങ്ങളുടെ ജോബ് ഡിസൈഡിങ് ഫാക്ടർ. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ബുക്സ് ദാറ്റ് ഐ റെഫർ. ഞാൻ കൂടുതലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അഗ്രിഗുരു പോലത്തെ. പക്ഷെ അഗ്രിഗുരുവിൽ തന്നെ ഞാൻ അഗ്രികൾച്ചർ ഓഫീസറിന്റെ AFO ഒക്കെ കോഴ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പീരീഡിൽ. അപ്പൊ ഞാൻ എപ്പോഴും നോട്ട് മേക്കിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണ്. ഞാൻ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഹാൻഡ് റിട്ടേൺ നോട്ട്സ് ആയിരുന്നു എനിക്ക് പഠിക്കാൻ കൂടുതൽ കംഫർട്ടബിൾ. പക്ഷെ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. ഹാൻഡ് റിട്ടൺ നോട്ട്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ലാസ്റ്റ് പീരീഡിൽ നിങ്ങൾക്ക് നോട്ട്സ് എഴുതി അത് റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം കാണില്ല. അതുകൊണ്ട് നിങ്ങൾ കോച്ചിങ് എടുക്കുവാണെങ്കിൽ അഗ്രിഗുരു പോലത്തെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് PDF കാണും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. ബട്ട് ഇൻ കേസ് യു വോണ്ട് ടു മേക്ക് യുവർ ഓൺ നോട്ട്സ്, യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോം ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കുന്നെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ വെരി ഏർലി, ലൈക്ക് മച്ച് ഏർലി. ദെൻ ടു അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് മോക്ക് ടെസ്റ്റ്. നിങ്ങളൊരു കോച്ചിങ് വഴി ആയാലും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്ന ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് മാക്സിമം നിങ്ങൾ എടുക്കുക. ഒത്തിരി മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബ്ലൈൻഡ് ആയിട്ട് മോക്ക് ടെസ്റ്റിലോട്ട് പോകരുത്. സബ്ജക്റ്റിന്റെ സിലബസ് ആദ്യം നന്നായിട്ട് കവർ ചെയ്യുക, ഒരു റിവിഷൻ കൊടുക്കുക, എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കുക മോക്ക് ടെസ്റ്റിലൂടെ. മോക്ക് ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ടൈം ബൗണ്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രിസൈസ് ആൻഡ് ആക്യുറസിയോടെ ചെയ്യാൻ നമ്മൾ പഠിക്കും. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദെൻ കമ്മിങ് ടു ടൈം മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞു ഈച്ച് സെക്ഷനും സെക്ഷണൽ ടൈമിംഗ് ഉള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു സെക്ഷനിൽ കൂടുതൽ ടൈം എടുത്താൽ നമുക്ക് ചിലപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓരോ സെക്ഷനും അതേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് പോലത്തെ സബ്ജക്റ്റ് ഒട്ടുമിക്ക എല്ലാവർക്കും ഇംഗ്ലീഷ് ഓക്കെ ആയിരിക്കും, ആവറേജ് ആയിരിക്കും. എങ്കിൽ കൂടി അതിൽ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, തെറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് അനലൈസ് ചെയ്യാം. തെറ്റുന്നതെല്ലാം എഴുതി വെക്കാനായിട്ട് ഒരു എറർ ബുക്കോ അങ്ങനെ വല്ലതും മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇതാണ് എനിക്ക് ജനറൽ ആയിട്ട് എക്സാമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എക്സാം എല്ലാ വർഷവും വരുന്ന ഒരു എക്സാം അല്ല.
ഒരു 3 to 4 ഇയേഴ്സിന്റെ ഗ്യാപ്പ് പീരീഡിലാണ് വരുന്നത്. അതുകൊണ്ട് കോമ്പറ്റീഷൻ അത്യാവശ്യം ഹൈ ആയിരിക്കും. അത് വേക്കൻസി കൂടിയ നോർത്ത് സോൺ ആയാലും വേക്കൻസി കുറയുന്ന സൗത്ത് സോൺ ആണെങ്കിലും എവിടെയാണെങ്കിലും ഈ വട്ടം എന്തായാലും കോമ്പറ്റീഷൻ അത്യാവശ്യം ഹൈ ആയിരിക്കും. അപ്പൊ അത് മനസ്സിൽ കണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കാരണം ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയ പോളിസി അനുസരിച്ച് പേ റിവിഷൻ ഒക്കെ വരുന്നുണ്ട്. അതായത് വരുന്ന അടുത്ത ഫിനാൻഷ്യൽ ഇയർ തൊട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ സാലറിയിൽ നല്ല ഹൈക്ക് വരും. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ട് ഓഫ്കോഴ്സ് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും ഇതൊക്കെ. ഇനി ഫർദർ FCA കയറിയിട്ടുള്ള സ്കോപ്പിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് എഴുതാം, പ്രൊമോഷൻ എക്സാം എഴുതാം. ആഫ്റ്റർ 4 to 5 ഇയേഴ്സ് നിങ്ങൾക്ക് ഇന്റേണൽ പ്രൊമോഷൻ എക്സാംസ് എഴുതാൻ എലിജിബിൾ ആണ്. മാത്രമല്ല അത്യാവശ്യം നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങൾക്ക് വേറെ എക്സാംസിന് പഠിക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. ബാക്കി എക്സാംസ് എഴുതാം ഇതിനോടൊപ്പം. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ പ്രിലിംസ് മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ, ആ സിലബസ് നിങ്ങൾ ഒരു നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നന്നായിട്ട് കവർ ചെയ്താൽ നിങ്ങൾക്ക് FCA മാത്രമല്ല ഒത്തിരി എക്സാംസ് എഴുതാം. അതായത് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NFL നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡ്, നാഷണൽ സീഡ് കോർപ്പറേഷൻ, അതുപോലത്തെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാംസ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാം. അപ്പൊ ഇനി whether there is sectional cutoff. I think there is sectional cutoff. Exactly ഓർമ്മയില്ല, but it is there. ബിക്കോസ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് IBPS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അവരാണ് ഇതിന്റെ എക്സാം റെഗുലേറ്ററി ബോഡി. അപ്പൊ അവരുടെ ഒട്ടുമിക്ക എല്ലാ എക്സാമിലും they have sectional cutoff. You have to clear the sectional cutoff as well as the overall total cutoff. ഏജ് ലിമിറ്റ് എല്ലാം ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും. ഫോർ I think 27 to 28 ഇയേഴ്സ്. നേരത്തെ 27 ആയിരുന്നു, ഈ വർഷം ഇറ്റ് മേ ബി 28 ഇയേഴ്സ്. ഒത്തിരി ഡൗട്ട് കാണുന്നുണ്ട്. ഡൗട്ട് എല്ലാം ഇപ്പൊ ക്ലിയർ ചെയ്ത് പോണോ അതോ സൂരജ് സാറും കൂടി സംസാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരുമിച്ച് ക്ലിയർ ചെയ്താൽ മതിയോ? മാം സൂരജ് സാറോട് സംസാരിച്ചിട്ട് ലാസ്റ്റ് ക്ലിയർ ചെയ്യണം. ആ അപ്പൊ ഞാൻ എനിക്ക് സൂരജ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യട്ടെ. ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? കേൾക്കാവോ? ഓക്കെ. അപ്പോൾ എൻ്റെ പേര് സൂരജ് എന്നാണ്. ഞാൻ 2020 ബാച്ചാണ് FCAയിൽ ജോയിൻ ചെയ്തത്. അപ്പം ആസ് ആൻ AG3 ടെക്നിക്കൽ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പോസ്റ്റിംഗ് ഞാൻ പഞ്ചാബിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ആയിട്ടാണ് കേരളത്തിലോട്ട് വന്നത്. ഇപ്പോൾ എനിക്ക് പെർമനന്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് ടു കേരള. സോ 20 ബാച്ചിൻ്റെ അകത്ത് ട്രാൻസ്ഫറിന്റെ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ ട്രാൻസ്ഫറിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം FCA കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അപ്പം അത് ഒരു പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പം FCA പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് അല്ല, ഇറ്റ്സ് എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, PSU ആണ്. കമ്മിങ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫുഡ്, കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇതിന്റെ FCAയുടെ മെയിൻ റോൾ എന്താണ്, വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു ബ്രീഫായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് തരാം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ FCA ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സോൺസ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, പിന്നെ നോർത്ത് ഈസ്റ്റ്, ഇത്രയും സോണാണ്. ഇവരെല്ലാം കൺട്രോൾ ചെയ്യാനാണ് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റഡ് ഡൽഹി. അപ്പം നോർത്ത് സോണിൽ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ജോലി കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ സോണൽ ഓഫീസ് ഓഫ് സോണൽ ഓഫീസ്, പിന്നെ നമ്മൾ ഓരോ റീജിയണും, അതായത് ഓരോ റീജിയൺ എന്നുള്ളൊരു ടേം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റും ഓരോ റീജിയൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഓരോ റീജിയണിലും സെപ്പറേറ്റ് ആയിട്ട് ഒരു റീജിയണൽ ഓഫീസ് ഉണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിലെ റീജിയണൽ ഓഫീസ് വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം കേശവസ്വരത്താണ്. അവിടെയാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡിസ്ട്രിക്ട് ഓഫീസസ് അല്ലെങ്കിൽ ഡിവിഷണൽ ഓഫീസസ് ഉണ്ട്. അതായത് ഓരോ
ജില്ല, അതായത് ജില്ലക്കകത്തുള്ള നമ്മളെ ഓരോ ഡിസ്ട്രിക്ട്സിൻ്റെ അകത്തും ഡിവിഷണൽ ഓഫീസസ് ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേറ്റ്. ചില സ്റ്റേറ്റിൽ 1-2 ഡിസ്ട്രിക്ട്സ് ചേർന്നാണ് ഒരു ഡിവിഷണൽ ഓഫീസ് വരുന്നത്. ഇവിടെ ഡിവിഷണൽ ഓഫീസസും ഉണ്ട്. പിന്നെ നമ്മളെ ഏറ്റവും ഫൈനർ യൂണിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫുഡ് സ്റ്റോറേജ് ഡിപ്പോ അല്ലെങ്കിൽ FSD എന്ന് പറയും. അതാണ് നമ്മളെല്ലാവരും FCIനെ കുറിച്ച് അറിയുന്ന ഗോഡൗൺസ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, FCIയുടെ ബേസിക് യൂണിറ്റ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിലേക്ക് വരികയാണ്. എന്താണ് ഡ്യൂട്ടീസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പം ജനറലി ഞാനിപ്പോൾ പറഞ്ഞതാണ് ഈ നമ്മളെ സോൺസ് എന്ന് പറയുന്നത്. അല്ലാതെ AG3 ടെക്നിക്കൽ കാഡറിൽ എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ പോസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ FCIയിലെ കാറ്റഗറി 4 ഉണ്ട്. ഇപ്പം നമ്മളിത് കാറ്റഗറി 3 ആണ്. AG3 ടെക്നിക്കൽ എന്ന് പറയുന്നത് കാറ്റഗറി 3 പോസ്റ്റ് ആണ്. കാറ്റഗറി 4 ഉണ്ട്. പക്ഷെ കാറ്റഗറി 4 ആക്ച്വലി വാച്ച്മാൻ അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അത് കുറെ നാളായി വന്നിട്ട്. അത് നമുക്കിപ്പോൾ ഈ ബേസിക് ആയിട്ട് AG3 ടെക്നിക്കലിനെ കുറിച്ച് തന്നെ പറയാം. അപ്പം ഈ AG3 ടെക്നിക്കലിന് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോസ്റ്റിംഗ് കിട്ടാം, സോണൽ ഓഫീസിൽ പോസ്റ്റിംഗ് കിട്ടാം, ROയിൽ പോസ്റ്റിംഗ് കിട്ടാം, ഇൻഫാക്ട് എവ്രിവെയർ പോസ്റ്റിംഗ് കിട്ടാം. അപ്പം മെയിനായിട്ടും ഫീൽഡ് ലെവൽ ജോബ് എന്ന് പറയുന്നത് FSD അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജ് ഡിപ്പോയിൽ വരുമ്പോഴാണ് നമ്മൾ എക്സാക്ട്ലി ടെക്നിക്കലിന്റെ ഫീൽഡ് ലെവൽ ജോബ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് വരെ റീജിയണൽ ഓഫീസ് ആയാലും ഡിസ്ട്രിക്ട് ഓഫീസ് ആയാലും നമ്മളെ സോണൽ ഓഫീസ് ആയാലും ഹെഡ് ക്വാർട്ടേഴ്സ് ആയാലും ഇത് മെയിനായിട്ട് ഓഫീസ് വർക്കാണ്. ഓഫീസ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഓൾമോസ്റ്റ് നമ്മളെ ഫയൽസ് ആണ് ഡീൽ ചെയ്യുന്നത്. നമ്മളെ കറസ്പോണ്ടൻസ്, ഫയൽസ്, റിപ്ലൈ, പിന്നെ ടെൻഡർ ഫ്ലോട്ടിംഗ്, കൊട്ടേഷൻസ് വിളിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വർക്കുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ സോണൽ ഓഫീസ് ലെവൽ തൊട്ട് ട്രെയിനിങ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അതാണ് നമ്മുടെ ഈ ഒരു ജനറൽ പോസ്റ്റിങ്ങിന്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് FCI ടെക്നിക്കലിന്റെ ആക്ച്വൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്? നമുക്ക് ഒരു ജനറലൈസ്ഡ് ഡ്യൂട്ടി ആയിട്ട് പറയാൻ പറ്റത്തില്ല. നമുക്ക് റീജിയൻ വൈസ് പറയാം. അതായത് നമുക്ക് FCIയിൽ മെയിൻലി 2 റീജിയൻ ആണുള്ളത്. ഒന്ന് പ്രൊക്യൂറിംഗ് റീജിയൻ, ഒന്ന് കൺസ്യൂമിംഗ് റീജിയൻ. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും അഗ്രികൾച്ചർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പറയാണ്. പ്രൊക്യൂറിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ഉള്ള, അതായത് കൃഷി കൂടുതലായിട്ടുള്ള നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഗ്രെയിൻസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള റീജിയൻസിനാണ് നമ്മൾ പ്രൊക്യൂറിംഗ് റീജിയൻസ് എന്ന് പറയുന്നത്. FCI മെയിൻലി പ്രൊക്യൂർ ചെയ്യുന്നത് റൈസും പാഡിയും വീറ്റും ആണ്. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊക്യൂറിംഗ് റീജിയൻസ് എന്ന് പറയുമ്പം നോർത്താണ് കൂടുതലായിട്ട് വരുന്നത്. സൗത്തിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയാണ്. നോർത്തിൽ പഞ്ചാബ്, ഹരിയാന, നമ്മളെ UP. BSc സുവോളജി എലിജിബിൾ ആണ്. അതെ, BSc സുവോളജി എലിജിബിൾ ആണ്. അപ്പം അങ്ങനെ കുറച്ച് പ്രൊക്യൂറിംഗ് റീജിയൻസ് ഉണ്ട്. പിന്നെ കൺസ്യൂമിംഗ് റീജിയൻസ് ഉണ്ട്. കേരള ഇസ് എ കൺസ്യൂമിംഗ് സ്റ്റേറ്റ്. അപ്പം നമ്മൾ കൺസ്യൂമിംഗ് റീജിയൻ ആണ്. ഇപ്പോൾ പ്രൊക്യൂറിംഗ് റീജിയനിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു ജോബ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഫാമേഴ്സിൻ്റെ നിന്ന് ഗ്രെയിൻസ് പർച്ചേസ് ചെയ്യുക, FCI പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ FCI പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഓബ്വിയസ്ലി ദർ വിൽ ബി എ സ്റ്റാൻഡേർഡ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ മിനിസ്ട്രി നമുക്ക് ഓരോ വർഷവും നമുക്ക് പർച്ചേസ് ചെയ്യുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതിനൊരു യൂണിഫോം സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഗവൺമെന്റ് ഒരു യൂണിഫോം സ്പെസിഫിക്കേഷൻ ഇറക്കും. ഫോർ എക്സാമ്പിൾ മോയ്സ്ചർ കണ്ടന്റ് ഇത്ര ശതമാനമുള്ള ഗ്രെയിൻസ് മാത്രമേ പർച്ചേസ് ചെയ്യാവൂ FCI. ബ്രോക്കൺ പെർസെൻറ്റേജ്, വീബിൾഡ് ഷ്രിബിൾഡ് ഗ്രെയിൻസ്, വീറ്റിന്റെ കേസ് ആണെങ്കിൽ ലസ്റ്റർ ലോസ്, പിന്നെ ബ്രോക്കൺ പറഞ്ഞു, പിന്നെ ഷ്രങ്കൺ ഗ്രെയിൻസ്, അങ്ങനെയൊക്കെ ഓരോന്നിനും ഓക്കെ. അപ്പം അങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കണക്കാണ്. ഇപ്പോൾ ഒരു പെർസെൻറ്റേജ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പർച്ചേസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു വൈറ്റ് പ്ലേറ്റ് ഉണ്ട്, ഒരു സെറാമിക് പ്ലേറ്റ് ഉണ്ട്. ആ ഒരു പ്ലേറ്റിൽ നമ്മൾ സാമ്പിളൊക്കെ ഇട്ടിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യും. അപ്പം മെയിൻലി നമ്മളെ ടെക്നിക്കലിൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത് ഗ്രെയിൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ മോശം കണ്ടന്റ്, അതിനെ തരംതിരിച്ച് നമുക്ക് അറിയാൻ പറ്റണം. വിത്തിൻ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം. അപ്പം FCIയുടെ പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗോഡൗണിലോട്ട് കൊണ്ടുവരിക. ഗോഡൗണിലോട്ട് കൊണ്ടുവരുന്നത് ട്രക്ക് മൂവ്മെന്റ് വഴി നമുക്ക് പർച്ചേസിങ് സെന്ററിൽ നിന്ന്, അല്ലെങ്കിൽ മാർക്കറ്റ്, അല്ലെങ്കിൽ മണ്ടി എന്ന് പറയും. അപ്പം അവിടെ നിന്ന് നമ്മൾ ഗോഡൗണിലോട്ട് കൊണ്ടുവരിക. ഗോഡൗണിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെയും ഒരു സൂപ്പർ ചെക്ക് ഉണ്ടായിരിക്കും. അവിടെയും നമ്മൾ ക്വാളിറ്റി വീണ്ടും അനാലിസിസ് ചെയ്യുക, വെദർ ഇറ്റ് ഈസ് ഓൺ സ്പെസിഫിക്കേഷൻ ഓർ നോട്ട്. അതിനുശേഷം നമ്മൾ ആക്ച്വൽ ജോബായിട്ടുള്ള
പ്രിസർവേഷൻ ആണ്. പ്രിസർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ട്നൈറ്റ്ലി ഇന്റർവെൽസിൽ നമുക്ക് ഇൻസ്പെക്ഷൻസ് ചെയ്യാറുണ്ട്. നമ്മൾ അതിനെ സ്റ്റാക്കിംഗ് എന്ന് പറയും. നമ്മൾ ഓരോ ചാക്ക്, നമ്മൾ ഈ ഫോട്ടോസിലും പിക്ചേഴ്സിലും കണ്ടിട്ടുള്ളത് പോലെ ഓരോ ചാക്ക് ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേൺസിൽ അടുക്കി നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യും. അതിന് യൂസ് ചെയ്യുന്ന സ്പ്രേസ് ആയിരിക്കും പ്രൊഫൈലാറ്റിക്കും ക്യൂറേറ്റീവും ആയിട്ടുള്ള. ഞാൻ പറയുന്ന സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഞാൻ കാരണം ഇതൊരു ബ്രീഫിംഗ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പം അതിനുശേഷമാണ് നിങ്ങൾക്ക് ഈ FCAയിലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഡിലേ ആവണ്ടെന്ന് കരുതിയാണ് ഞാൻ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുന്നത്. സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെയാണ് സാർ. ഓക്കെ. അപ്പം നമ്മൾ ഈ സ്റ്റോക്ക് കൊണ്ടുവരികയും നമ്മൾ പ്രൊഫൈലാറ്റിക്കും ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ്, നമ്മളെ മെയിൻ ശത്രു എന്ന് പറയുന്നത് പെസ്റ്റ് ആണ്. അപ്പം പെസ്റ്റ് ഫുഡ് ഗ്രെയിൻസിൽ അറ്റാക്ക് ചെയ്യുന്നതിനെ നമ്മൾ മാക്സിമം പ്രിവെന്റ് ചെയ്ത് നമ്മൾ പ്രിസർവ് ചെയ്യണം. എന്തിനാണ് പ്രിസർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഇപ്പോൾ നമ്മുടെ കോവിഡിന്റെ ടൈമിൽ FCA എംപ്ലോയീസ് ഓൾമോസ്റ്റ് ആർമി, നമ്മളെ ബോർഡേഴ്സിലുള്ള ആർമി പേഴ്സൺസിനെ പോലെ തന്നെയാണ്. നമുക്ക് ലീവ് അങ്ങനെ ഇല്ലായിരുന്നു. ലീവല്ല, നമുക്കുണ്ടായിരുന്നു, വർക്ക് അറ്റ് ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് സഫീഷ്യന്റ് ആയിരുന്നു. അതായത് നമുക്ക് ഒരു കോവിഡ് ക്രൈസിസ് വന്നു കഴിഞ്ഞാലും ജനങ്ങൾ പട്ടിണി കിടക്കില്ല എന്നുള്ളതിന് 100% ഉറപ്പാണ്. കാരണം അത്രയും ബഫർ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എല്ലാം ഈസി ആയിട്ട് നടന്നു. അപ്പൊ ആ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ നമ്മൾ സർവൈവ് ചെയ്തു. അപ്പൊ അതിനെ നമ്മൾ സ്റ്റോക്ക് പ്രിസർവ് ചെയ്യുക. അതായത് കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്, പ്രൊഫൈലാറ്റിക്, മാലത്തിയോണും ഡെൽറ്റാമെത്രൈൻ ക്യൂറേറ്റീവ് ആയിട്ടും. പിന്നെ നമുക്ക് പെസ്റ്റ് അറ്റാക്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂമിഗേഷനും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പ്രിസർവേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞത്. ഇനി വൺസ് പ്രിസർവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊക്യൂർമെന്റ് റീജിയനിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഡെഫിസിറ്റ് റീജിയൻസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് സ്റ്റേറ്റിൽ നിന്നും ഡിമാൻഡ് വരും. അതായത് അവരുടെ സ്റ്റോക്ക് കുറവായത് കൊണ്ട് അവിടെ ഡിമാൻഡ് അവർ റേസ് ചെയ്യും. ആ റേസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നിയറസ്റ്റ് ആയിട്ടുള്ള കൂടുതൽ സ്റ്റോക്കുള്ള റീജിയണിൽ നിന്നും കുറഞ്ഞ റീജിയണിലേക്ക് നമ്മൾ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റെയിൽ മൂവ്മെന്റ് ആയിരിക്കും. അപ്പൊ റെയിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഗുഡ്സ് ട്രെയിൻ. അപ്പം ആ ഗുഡ്സ് ട്രെയിൻ വഴിയായിരിക്കും നമ്മൾ സ്റ്റോക്ക് ലോഡ് ചെയ്തിട്ട് കൊണ്ടുവിടുന്നത്. അപ്പം അതിന് ഈ ഡിപ്പോ സ്റ്റാഫ്, ഇപ്പൊ AG3 ടെക്നിക്കലിനോടൊപ്പം തന്നെ AG3 ഡിപ്പോ, അപ്പൊ അവരായിരിക്കും കൂടുതലായിട്ട് ആ മൂവ്മെന്റിന് കൂടുതൽ റോള് വരുന്നത്. നമ്മൾ അതിന്റെ ക്വാളിറ്റീസ് എപ്പോൾ എൻഷുർ ചെയ്താൽ മതി. ക്വാളിറ്റീസ് വിത്തിൻ സ്പെസിഫിക്കേഷൻ ആയിരിക്കുക, മോയ്സ്ചർ കണ്ടന്റ് നോർമൽ ആവുക എന്നുള്ളത് മാത്രം നമ്മൾ എൻഷുർ ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഡിപ്പോ കാറ്ററും ഓരോ FCAയിൽ തന്നെ ഓരോ ജോലിക്കും ഓരോ ആൾക്കാരും ഉണ്ടായിരിക്കും. ഡിപ്പോ കാറ്റർ ആയിരിക്കട്ടെ, ജനറൽ കാറ്റർ ആയിരിക്കട്ടെ, മൂവ്മെന്റ് കാറ്റർ ആയിരിക്കട്ടെ. അപ്പം റിക്രൂട്ട്മെന്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ അകത്ത് AG3 തന്നെ കാറ്റഗറി 3 തന്നെ ഫുള്ള് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഓരോന്നിനും സെപ്പറേറ്റ് കാഡേഴ്സ് ആണ്. അതൊക്കെ ഓരോ FCAയുടെ റോൾസ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പ്രിസർവേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് ഡെഫിസിറ്റ് സ്റ്റേറ്റിലേക്ക് വരുന്ന ഫുഡ് ഗ്രെയിൻസിനെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീംസ് വഴി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് മെയിൻലി ഇവിടെ കേരളത്തിലൊക്കെ നമ്മൾ സപ്ലൈകോയിലൊക്കെ നമ്മുടെ ഇവിടുത്തെ സ്റ്റോക്ക് വന്ന് സപ്ലൈകോയിൽ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ സപ്ലൈകോയിൽ ഓഫീസേഴ്സ് വന്നിട്ട് നമ്മുടെ സ്റ്റോക്ക് നോക്കി കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ എടുത്ത് PDS വഴി നമ്മുടെ റേഷൻ ഷോപ്സ് വഴി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ സ്കീംസ് ആയിരിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്ന ഭാരത് റൈസ് അങ്ങനെയൊക്കെയുള്ള കുറേ സ്കീംസ് വഴി നമ്മൾ സ്റ്റോക്കിനെ ലിക്വിഡേറ്റ് ചെയ്യും. അപ്പം ഇതാണ് ഒരു ജനറലായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറച്ച് ബെനിഫിറ്റ്സ് ഇനി പറയാം. ബെനിഫിറ്റ്സ് ഓഫ് FCA വെൻ കമ്പയർ ടു അതർ ഓർഗനൈസേഷൻസ് ഞാൻ പറയാം. കമ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ ലീവ്സ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ലീവുകളെ കുറിച്ച് ഞാൻ ഒരു ബ്രീഫ് പറയാം. നമുക്ക് 8 CL ആണുള്ളത് ഒരു വർഷം. ഒരു കലണ്ടർ ഇയർ ആണ്. നമ്മളെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ല പറയുന്നത്, കലണ്ടർ ഇയറിലാണ്. 8 കാഷ്വൽ ലീവ്, 2 റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സ്. അതായത് നമ്മൾ ഓരോ റീജിയൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ വർഷവും ഗസറ്റഡ് ഹോളിഡേയ്സും റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സിന്റെ ഒരു ലിസ്റ്റ് ഇറക്കും. ആ റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സിന്റെ ഒരു അറൌണ്ട് 60 സംതിങ് വരും റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സ്. അതിൽ നിന്നും ഏതെങ്കിലും 2 നമുക്ക് അവൈൽ ചെയ്യാം, ഇനി 2. പിന്നെ അതിനുശേഷം 20 ഹാഫ് പേ ലീവ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ലീവ്സ്. 20 ഹാഫ് പേ ലീവ് ഉണ്ട്, മെഡിക്കൽ ലീവ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഹാഫ് പേ ലീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ലീവായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. പിന്നെ 30 ഏൺ ലീവ്സ് ഉണ്ട്. ഇതൊരു വർഷത്തിന്റെ കണക്കാണ് പറയുന്നത്, 30 ഏൺ ലീവ്സ്. പിന്നെ അതർ ലീവ്സ് ആയിട്ട് മെയിൽ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ പെറ്റേണിറ്റി ലീവ് 15 days ഓഫ് പെറ്റേണിറ്റി ലീവ്. പിന്നെ ഫീമെയിൽ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി ലീവ് ഓഫ് 180 days.
180 ഡേയ്സ് ഉണ്ട്. ഫീമെയിൽ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ 720 ഡേയ്സ് ഓഫ് ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. ഓക്കെ, അപ്പം അവർക്ക് ആ 720 ഡേയ്സ് ഓഫ് ചൈൽഡ് കെയർ ലീവ് അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ 18 വയസ്സിന് മുമ്പേ അവൈൽ ചെയ്തെടുക്കണം. അതായത് കുഞ്ഞ് ജനിച്ച് ഉടനെ നമുക്ക് 720 ദിവസത്തിന്റെ ലീവ് കിട്ടും. ആ 720 ദിവസത്തെ ലീവ് കുട്ടികൾ 18 വയസ്സ് ആവുന്നതിന് മുമ്പ് നമ്മൾ അവൈൽ ചെയ്തെടുക്കണം. അപ്പോൾ അത് ചൈൽഡ് കെയർ ലീവ്, അത് ഫീമെയിൽ എംപ്ലോയീസിനുള്ള ഒരു ഇതാണ്. പിന്നെ വരുന്നത് EOL, എക്സ്ട്രാ ഓർഡിനറി ലീവ് എന്ന് പറഞ്ഞാൽ, അത് എല്ലാ ഓർഗനൈസേഷനിലും കാണുന്ന പോലെ സാലറി ഇല്ലാത്ത ലീവ്, ലീവ് വിത്തൗട്ട് പേ എന്നുള്ളതിനാണ് എക്സ്ട്രാ ഓർഡിനറി ലീവ്. ആ ഒരു ലീവ് ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ സ്റ്റഡി ലീവ് എന്ന് പറയുന്നത് FCA എംപ്ലോയി ആയി 5 വർഷം കഴിഞ്ഞിട്ടാണ് സ്റ്റഡി ലീവിന് പെർമിറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ട്രാൻസ്ഫേഴ്സ്, FCAയിൽ എങ്ങനെയാണ് ട്രാൻസ്ഫേഴ്സ് എന്നുള്ളത്. ഇപ്പം ഓൾറെഡി ജാനു മാഡം പറഞ്ഞു FCAയിൽ ട്രാൻസ്ഫേഴ്സ് പോസിബിൾ ആണ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. സോൺസ്, അപ്പം ചിലവർ ഇതിൽ വേക്കൻസി നോക്കി നോർത്ത് സോൺ അപ്ലൈ ചെയ്യും, സൗത്ത് സോൺ അപ്ലൈ ചെയ്യും. സൗത്ത് സോണിൽ കേരളത്തിൽ വേക്കൻസി കുറവാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അഥവാ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ചാൻസസ് വിൽ ബി ഇൻ തമിഴ്നാടു, കർണാടക, ആന്ധ്ര, തെലങ്കാന. അവിടെ ആയിരിക്കും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് ടെക്നിക്കലിൽ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ കുറവായത് കാരണം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നിങ്ങൾ അഥവാ തമിഴ്നാടുവിൽ പോസ്റ്റ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആസ് പെർ എലിജിബിലിറ്റി, ഈ എലിജിബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് ക്ലോസസ് ഉണ്ട്. അതായത് ഒന്ന് സ്പൗസ് ഗ്രൗണ്ട് ആണ്. സ്പൗസ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ മെയിൽ എംപ്ലോയി പ്രൈവറ്റ് കമ്പനീസിലോ വല്ലതും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫറബിൾ പ്രൈവറ്റ് കമ്പനീസിലൊക്കെ ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ എംപ്ലോയീസിന് ട്രാൻസ്ഫറിന് അപ്ലൈ എലിജിബിൾ ആണ്. പിന്നെ ഓരോ ചെന്ന ഉടനെ നമുക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആഫ്റ്റർ 1 ഇയർ നമുക്ക് ആപ്ലിക്കേഷൻ ഇടാം. എന്നിട്ട് ആസ് പെർ റോസ്റ്റർ എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റി പോലെ തന്നെയാണ്. നമുക്ക് എപ്പം നമ്മുടെ നെയിം വരുന്നോ ആദ്യം നമുക്ക് ആ സമയത്ത് ട്രാൻസ്ഫർ കിട്ടും. അങ്ങനെയാണ്. പിന്നെ അല്ലാതെ മെഡിക്കൽ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡന്റ് ഫാമിലീസ് ഉണ്ട്. ഡിപ്പെൻഡന്റ് ഫാമിലി മെമ്പേഴ്സ്, അതായത് മെയിൻലി എംപ്ലോയി, സ്പൗസ്, പിന്നെ മക്കൾ, പിന്നെ വരുന്നത് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ പാരൻസ് ഇൻ ലോ. നമുക്ക് FCAയിൽ പാരൻസിനെയോ അല്ലെങ്കിൽ പാരൻസ് ഇൻലോസിനെയോ നമുക്ക് ഡിപ്പെൻഡന്റ് ആക്കി എടുക്കാൻ പറ്റും. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതായത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ക്യാൻസർ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് പ്രശ്നമാണ്, കോൺസ്റ്റന്റ് കെയർ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് കേസ്. അത് ഇതുവരെ അങ്ങനെ വലുതായിട്ട് പ്രശ്നം വന്നിട്ടില്ലാത്തൊരു കേസാണ്. അതായത് ഇപ്പം ആരെങ്കിലും വധഭീഷണി, അപ്പം അതായത് ഇപ്പം നമുക്ക് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കേസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്നും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം, അത് ഉടനെ കിട്ടും. പിന്നെ മ്യൂച്വൽ ട്രാൻസ്ഫർ, ഞാൻ വന്നത് മ്യൂച്വൽ ട്രാൻസ്ഫർ വഴിയാണ്. അതായത് ഏതെങ്കിലും ഒരു റീജിയണിൽ നിന്ന് വേറെ ആരെങ്കിലും എൻ്റെ റീജിയണിലോട്ട് അല്ലെങ്കിൽ എൻ്റെ സോണിലോട്ട് വരാൻ വില്ലിങ് ആവുകയും ഞാൻ തിരിച്ചു എൻ്റെ സോണിലോട്ട് പോകാൻ വില്ലിങ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ സെറ്റ് ഓഫ് റൂൾസ്, പെർഫോമ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആസ് പെർ എലിജിബിലിറ്റി ആൻഡ് വേക്കൻസി നമുക്ക് പെട്ടെന്ന് മ്യൂച്വൽ ട്രാൻസ്ഫർ നടക്കും. അപ്പം അങ്ങനെയാണ് കുറച്ച് ട്രാൻസ്ഫർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ റോസ്റ്ററിങ് ഉണ്ട്. അപ്പം റോസ്റ്ററിൽ വരുന്നത് മെയിനായിട്ട് മെഡിക്കൽ ഗ്രൗണ്ട്സും സ്പൗസ് ഗ്രൗണ്ട്സ്, ഈ 2 ഗ്രൗണ്ട്സിലാണ് റോസ്റ്റർ മെയിനായിട്ടും വരുന്നത്. ഈ മ്യൂച്വൽ ട്രാൻസ്ഫറിനായാലും അതുപോലെ ഈ ലൈഫ് ത്രെട്ടനിങ് കേസിനായിരുന്നാലും റോസ്റ്റർ ബാധകമല്ല. പിന്നെ നമ്മൾ സോണിൽ നിന്നും മാറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീനിയോറിറ്റി ലൂസ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി. പക്ഷേ ആക്ച്വലി നമുക്ക് അത് ഒരു വലിയ ഫാക്ടർ അല്ല. കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് വരാനുള്ള ഒരു ചാൻസ് നമ്മൾ ഈ സീനിയോറിറ്റിക്ക് വേണ്ടി അങ്ങനെ കളയില്ല എന്നാണ് ഒരു ജനറൽ ഒരു ഇംപ്രഷൻ. ഇവിടെയും ഒത്തിരി പേര് കേരളത്തിൽ ഉള്ളവര് മെയിനായിട്ടും നോർത്തിലും വേറെ സോൺസിലൊക്കെ അപ്ലൈ, കാരണം വേറെ ഒന്നുമല്ല, റിക്രൂട്ട്മെന്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൂടുതൽ വേക്കൻസി നോർത്തിലാണ്. കട്ട് ഓഫ് കുറവാണ് നോർത്തിൽ. ജോലി കിട്ടാൻ കൂടുതൽ ചാൻസും എളുപ്പവും നോർത്താണ്. സൗത്തിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, കട്ട് ഓഫ് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ മറ്റ് സോണുകളിൽ അപ്ലൈ ചെയ്ത് എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് കയറിയതിന് ശേഷം പിന്നെ ട്രാൻസ്ഫറിന് ചാൻസസ് നോക്കും. അതാണ് ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത്. പിന്നെ
നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ് FCA ഉള്ളത്. FCA നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അതർ സെൻട്രൽ ഗവൺമെന്റ്സ് CGHS റേറ്റ് അങ്ങനെയൊക്കെ ഉള്ളതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലുകാർ എന്ന് ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഇറങ്ങിപ്പോവാം. അപ്പം അതാണ് FCAയുടെ ഒരു മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്നത്. കാരണം അതിൽ വരുന്ന എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പം 39 എംപാനൽഡ് ഹോസ്പിറ്റലുണ്ട് ഓൾ ഓവർ കേരള. 39 എംപാനൽഡ് ഹോസ്പിറ്റലുണ്ട്. അതേപോലെ തന്നെ ഓരോ റീജിയണിലും അവരുടേതായിട്ടുള്ള റീജിയൺ എംപാനൽഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം അവിടെ ഈ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് നമ്മൾ എംപ്ലോയീസ് മാത്രമല്ല അവൈൽ ചെയ്യുന്നത്. എംപ്ലോയീസ്, സ്പൗസ്, നമ്മുടെ 2 മക്കള്, അല്ല ആക്ച്വലി 3 മക്കള്, 3 വരെ നമുക്ക് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ് ഇൻ ലോ. അപ്പൊ ഇത്രയും പേർക്ക് നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് നമ്മുടെ സാലറിയിൽ നിന്നും എടുക്കുന്ന പെർ മന്ത് 250 റുപ്പീസ് അടുപ്പിച്ചാണ് നമ്മൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇത്രയും പേർക്കുള്ള ഇൻഷുറൻസ് അതിൽ കവർ ആവും. നമുക്ക് എംപാനൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ. അല്ലാത്ത ഹോസ്പിറ്റലിൽ നമുക്ക് പോവാം, കുഴപ്പമില്ല. റീഇംബേഴ്സ്മെന്റ് ഫെസിലിറ്റി വഴി നമുക്ക് ആസ് പെർ CGHS റേറ്റ് നമുക്ക് റീഇംബേഴ്സ് ആയി കിട്ടും. അപ്പം നല്ലൊരു മെഡിക്കൽ ഫെസിലിറ്റിയാണ് FCA ഉള്ളത്. പിന്നെ LTC ഫെസിലിറ്റി, അതായത് ന്യൂ ജോയിനീസ് വന്നു കഴിഞ്ഞാൽ ഒരു 8 years നമുക്കൊരു സെപ്പറേറ്റ് ഒരു ജോയിൻ ചെയ്ത് ഒരു നെക്സ്റ്റ് ഇയർ തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. 2026 ഡിസംബറിൽ ജോയിൻ ചെയ്താലും 2027 തൊട്ട് നമുക്ക് LTC എലിജിബിൾ ആയിട്ട് കിട്ടും. അപ്പം ഫസ്റ്റ് 3 വർഷം ഹോം ടൗണിൽ നമുക്ക് പോവാം. ഇപ്പം നമ്മൾ ഹോം ടൗൺ അവേ പോസ്റ്റിംഗ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 വർഷം നമുക്ക് ഹോം ടൗൺ പോവാം. അതിനുശേഷം 4ാമത്തെ വർഷം ഭാരത് ദർശൻ എന്ന് പറയും. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണോ പോവാം. ഈവൻ ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻസൈഡ് ഇന്ത്യ ഓൺലി. സോ നമുക്ക് അവിടെയും പോവാം. നമുക്കൊരു പിന്നെ അതിന് നമുക്ക് ട്രാവൽ ഫെസിലിറ്റീസ്, നമുക്ക് അതിന്റെ റീഇംബേഴ്സ്മെന്റ് എല്ലാം നമുക്ക് FCA തന്നെ തരും. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു 3 വർഷം നമുക്ക് ഹോം ടൗൺ എലിജിബിലിറ്റി ആയിരിക്കും. 4ാമത്തെ വർഷം ഭാരത് ദർശൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് LTCയും കിട്ടും. ഈ LTCയും അവൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പെൻഡന്റിന് എല്ലാവർക്കും കിട്ടും. അതായത് നമുക്ക് ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ ഫാമിലി, നമ്മൾ ഡിപ്പെൻഡന്റിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു അവരെല്ലാവർക്കും പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഡിപ്പെൻഡന്റ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോബ് ഉള്ളവരായിരിക്കാൻ പാടില്ല. അതായത് സ്പൗസ് എക്സ്ക്ലൂഡ് ആണ്. സ്പൗസിന് കുഴപ്പമില്ല. സ്പൗസിന്റെ ഓർഗനൈസേഷനിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ അവൈൽ ചെയ്യാൻ പറ്റും. പാരന്റ്സ്, പെൻഷനർ എബോവ് 9,000 റുപ്പീസ്, 9,000 മേളിൽ മാസ പെൻഷൻ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല, ഡിപ്പെൻഡന്റ് ആവാൻ പറ്റത്തില്ല. അല്ലാത്ത നോർമലി പറ്റും. ബ്രദർ സിസ്റ്റേഴ്സ് ഞാൻ അതും വിട്ടുപോയി. ബ്രദർ സിസ്റ്റേഴ്സിനെ നമുക്ക് ഡിപ്പെൻഡന്റ് ആക്കാം. ബ്രദർ ടിൽ ദ ഏജ് ഓഫ് 18 ആൻഡ് സിസ്റ്റർ ടിൽ ഗെറ്റിംഗ് മാരീഡ് ഓർ ബിഫോർ 25 years. ആ ഒരു ക്ലോസ് ഉണ്ട് അതുകൊണ്ട്. പിന്നെ EL എൻകാഷ്മെന്റ്, നമുക്ക് ഏൺഡ് ലീവ് ഒരു വർഷം 30 എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു വർഷം 30 ലീവുകൾ നമുക്ക് കിട്ടും. ഈ 30 ലീവ് എന്ന് പറയുന്നതും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലീവ്സ് ആണ്. അതായത് ഈ വർഷം എനിക്ക് അവൈൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് അത് ആഡഡ് അപ്പ് ആവും. അടുത്ത വർഷം ഉള്ള 30 ആഡ് ആവും, അടുത്ത വർഷമുള്ള 30 ആഡ് ആവും. അങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പം നമുക്ക് FCAയിൽ മാത്രമുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ EL എൻകാഷ്മെന്റ് ഇൻ എ ഇയർ. ഇപ്പം അത് റീസെന്റ് ആയിട്ട് ഇപ്പം നമ്മൾ കുറച്ച് എക്സ്റ്റേണൽ ഇപ്പം വേറെ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ഒബ്ജക്ഷൻ ആയിട്ട് എപ്പോഴും വരും. പക്ഷേ നമ്മളെ FCA ഇപ്പോഴും സർവൈവ് ചെയ്ത് പോവുകയാണ്. എല്ലാ വർഷവും നമുക്ക് ലീവ് എൻകാഷ് ചെയ്യാൻ പറ്റും. സെൻട്രൽ ഗവൺമെന്റ്, അതർ സെൻട്രൽ ഗവൺമെന്റ്സ് ആയിരുന്നാലും അവർക്ക് റിട്ടയർമെന്റ് ടൈമിൽ മാത്രമേ 300 days ഓഫ് EL, 300 മാക്സിമം 300 EL എൻകാഷ് ചെയ്യാൻ പറ്റുന്നത്. അത് അവർക്ക് എൻകാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ FCA സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ വർഷവും പൈസയ്ക്ക് ആവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ലീവ്സിനെ സറണ്ടർ ചെയ്യാം. നമ്മുടെ ഫുള്ള് നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ഫോർമുല ഉണ്ട്. ടോട്ടൽ ലീവ്സ് -30/2 എന്നുള്ളൊരു ചെറിയൊരു ഫോർമുല വഴി നമുക്ക് മാക്സിമം എലിജിബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ലീവ് സറണ്ടർ ചെയ്യാം. അത് നമ്മുടെ ബേസിക് പേ അനുസരിച്ചുള്ള എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. EL എൻകാഷ്മെന്റ് എല്ലാ വർഷവും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 300 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ 300 എക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ക്രെഡിറ്റ് ആവത്തില്ല. അതായത് അതർ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും 300 മേളിൽ ക്രെഡിറ്റ് ആവത്തില്ല. FCAയിലും സെയിം ആണ്. 325 വരെ പോകത്തുള്ളൂ. അതിനുശേഷം പിന്നീട് 330 വരെ പോകത്തുള്ളൂ. അതിനുശേഷം പിന്നീട് ക്രെഡിറ്റ് ആവത്തില്ല. അപ്പൊ അതിന് മുമ്പേ നമ്മൾ എൻകാഷ് ചെയ്ത് പോവാം.
അത് ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ എൻകാഷിംഗ് ഫെസിലിറ്റി ഇല്ല, ദേ ഹാവ് ടു അവെയിൽ, നമുക്ക് ലീവ് എടുക്കുക എന്നുള്ളതേ ഒരു നിവൃത്തിയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി FCAയിൽ എംപ്ലോയീസിന് ഉണ്ട്. പിന്നെ ഫെസ്റ്റിവൽ അഡ്വാൻസ്, നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് നിശ്ചയിച്ച പ്രകാരം കുറച്ച് ഫെസ്റ്റിവൽസിൽ നമുക്ക് അഡ്വാൻസ് എമൗണ്ട് ക്ലെയിം ചെയ്യാം. 20,000 ആണ് അതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. AG3 ടെക്നിക്കലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫുള്ള് ഈ പറയുന്നതെല്ലാം ഞാൻ ടെക്നിക്കൽ കാറ്ററിനാണ്, AG3 ടെക്നിക്കലിനാണ്, അസിസ്റ്റന്റ് ലെവലിലുള്ള ഇതാണ് പറയുന്നത്. 20,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത നമുക്കൊരു അഡ്വാൻസ് കിട്ടും. അത് പെർ മന്ത് നമ്മളെ സാലറിയിൽ നിന്ന് 2,000 ആയിട്ട് 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചെടുക്കും ഓർഗനൈസേഷൻ. ആ 10 ഇൻസ്റ്റാൾമെന്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഫെസ്റ്റിവൽ അഡ്വാൻസ് ആയിട്ട് 20,000 ക്ലെയിം ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു ഫെസിലിറ്റിയാണ്. പിന്നെ കമ്പ്യൂട്ടർ അഡ്വാൻസ്, നമുക്ക് കമ്പ്യൂട്ടർ അഡ്വാൻസ് എടുക്കാൻ പറ്റും. പിന്നെ പ്രൊമോഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് റിക്രൂട്ട്മെന്റ് 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, ഇത് മെയിൻലി ഫോർ കാറ്റഗറി 3 to 1. അപ്പം 3 എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലെവലിലാണ് എല്ലാവരും വരുന്നത്. പിന്നെ 2 എന്ന് പറയുന്നത് മാനേജറാണ്, കാറ്റഗറി 2 മാനേജറാണ്. കാറ്റഗറി 1 എന്ന് പറയുന്നത് AGM ലെവലാണ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലെവലിലാണ്. അപ്പം വേക്കൻസി കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും അസിസ്റ്റന്റിനായിരിക്കും ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. മാനേജേഴ്സിന് കുറവായിരിക്കും, AGMസിന് അതിനെക്കാട്ടിയും കുറവായിരിക്കും. കാരണം അവർക്ക് കൂടുതലായിട്ടും പ്രൊമോഷണൽ വേക്കൻസീസ് ആണ് കൂടുതലുള്ളത്. അതായത് പ്രൊമോഷൻ കിട്ടിപ്പോകുന്നതും, അല്ലെങ്കിൽ APS ആക്സിലറേറ്റഡ് പ്രൊമോഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ജാനു മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മെത്തേഡ് വഴിയാണ് കൂടുതൽ പ്രൊമോഷൻസ് കിട്ടുന്നത്. പിന്നെ കാറ്റഗറി 3യിൽ ഇപ്പോൾ AG3 ടെക്നിക്കൽ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് AG2 ടെക്നിക്കൽ, പിന്നെ AG1 ടെക്നിക്കൽ, അതിനുശേഷമാണ് മാനേജർ ആവുന്നത്. അപ്പം ഇപ്പം ഒരു നമ്മുടെ ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് കുറച്ച് പ്രൊമോഷൻ സ്റ്റാഗ്നേഷൻസ് ഉണ്ട്. അതായത് കുറച്ച് സ്ലോ ആയിട്ടാണ് പ്രൊമോഷൻസ് ഇപ്പം നമ്മുടെ ടെക്നിക്കലിന്റെ കേസിൽ നോർത്ത് സോണിലായാലും സൗത്ത് സോണിലായിരുന്നാലും പോകുന്നത്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓൾറെഡി ജാനു മാഡം പറഞ്ഞ പോലെ നെക്സ്റ്റ് 2027 നമ്മൾ വേജ് റിവിഷൻ ഡ്യൂ ആണ്. അപ്പം വേജ് റിവിഷൻ ഡ്യൂ ആണ്. അതായത് നമ്മൾ ഓരോ 10 ഇയേഴ്സിലാണ് നമുക്ക് വേജ് റിവിഷൻ വരുന്നത്. 2017 മുന്നേ വരെ നമ്മുടെ വേജസ് മീൻസ് ബേസിക് പേ ആണ് ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ വേജ് അല്ല. ബേസിക് പേ 9,300 rupees ആയിരുന്നു. അപ്പം ഞാനൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് ബേസിക് പേ എന്ന് പറയുന്നത് 9,300 ആയിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ബേസിക് പേ 28,200 ആയി. 2020 28,200 ആയി. 2017 വേജ് റിവിഷനിൽ ഇംപ്ലിമെന്റ് ആയത് 2019 അപ്പോൾ അതുകൊണ്ട് ആ ഒരു അതേപോലെ തന്നെ ഇപ്പം 2027 നമുക്ക് അടുത്ത വേജ് റിവിഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു ഹൈക്ക് വി ആർ എക്സ്പെക്ടിങ്. അപ്പം അത് ഒരു ആഡഡ് പോയിന്റ് ആണ്. പിന്നെ സാലറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് പേ, അതിൻ്റെ കൂടെ എക്സസ് ആയിട്ട് നമുക്ക് ഡിയർനെസ് അലവൻസ്, നമ്മളെ FCA IDA ആണ്, ഇൻഡസ്ട്രിയൽ ഡിയർനെസ് അലവൻസ് ആണ് എടുക്കുന്നത്, CDA അല്ല. CDA എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ്, പ്യുവർ സെൻട്രൽ ഗവൺമെന്റ്. നമ്മൾ CGL CHSL ആ എക്സാംസ് വഴി കയറുന്ന പോസ്റ്റിലാണ് CDA പാറ്റേൺ വരുന്നത്. നമുക്ക് IDA ആണ്, ഇൻഡസ്ട്രിയൽ ഡിയർനെസ് അലവൻസ്. ഇൻഡസ്ട്രിയൽ ഇൻക്രീസും ഡിക്രീസും അനുസരിച്ച് നമ്മുടെ DAയിലും വ്യത്യാസം വരും. ഇപ്പം DA പെർസെൻറ്റേജ് ആണ്. ഇപ്പം പോകുന്ന 49 സംതിങ് ആണ്. അപ്പം ആ 49% ബേസിക് പേയിൽ ആഡ് ആവും. പിന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ബെനിഫിറ്റ്സ് ആണ് FCA എംപ്ലോയീസിനുള്ളത്. ആ ബെനിഫിറ്റ്സ് ലൈക്ക് കുക്ക് അലവൻസ്, ഡ്രസ്സിങ് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ബർത്ത്ഡേ ഗിഫ്റ്റ്, പിന്നെ വാഷിംഗ് അലവൻസ്, അങ്ങനെ ഒത്തിരി അലവൻസസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് 32% ആണ്. 32% പെർ മന്ത് നമുക്ക് അവൈൽ ചെയ്യാം. അതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ്. ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. അത് 32%. പിന്നെ 32% ഓഫ് ബേസിക് പേ. പിന്നെ HRA, നമ്മുടെ റെന്റ് ഒക്കെ കൊടുക്കുന്നതിന്റെ ഈ HRA ഇത് വരും. അത് സിറ്റി അനുസരിച്ചാണ്. എക്സ് സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ 27%, വൈ സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ 18%, ആൻഡ് ഇസഡ് സിറ്റിക്ക് ആണെങ്കിൽ 9%. അപ്പൊ നമ്മൾ കേരളത്തിൽ കൂടുതലും വൈ സിറ്റിയാണ്, വൈയും ഇസഡ് സിറ്റിയും ആണ് കൂടുതലായിട്ടുള്ളത്. എക്സ് സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി ഇത് 3 ആണെന്നാണ് എൻ്റെ ഒരു
60. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 27% ഓഫ് ബേസിക് പേ ആയിട്ട് നമുക്ക് സാലറി കിട്ടും. അത് ആഡഡ് ആണ്, ബേസിക് പേ പ്ലസ് ഈ അലവൻസ് എല്ലാം കൂടെയാണ് നമുക്ക് ഗ്രോസ് സാലറി ആയിട്ട് വരുന്നത്. പിന്നെ കട്ട് ഓഫ് ഓൾറെഡി പറഞ്ഞു, നോർത്ത് സോണിൽ വേക്കൻസി കൂടുതലാണ്, കട്ട് ഓഫ് കുറവാണ്. സൗത്ത് സോണിൽ വേക്കൻസി കുറവാണ്, കുറവല്ല ആക്ച്വലി, നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും വേക്കൻസി കുറവ്. പക്ഷെ എന്നാലും സൗത്തിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വേക്കൻസി, നോർത്ത് പോലെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സൗത്തിൽ വേക്കൻസി കുറവായിരിക്കും, കട്ട് ഓഫ് കൂടുതലായിരിക്കും. പിന്നെ വെസ്റ്റിലും ഒരു മോഡറേറ്റ് ഒരു ലെവലിൽ പോകുന്നതാണ്. വേക്കൻസി അത്യാവശ്യം കാണും, ഇത് എന്താണ് കട്ട് ഓഫും ഇതിന്റെ മിഡിലായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊക്കെയാണ് അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് സ്റ്റഡീസിൽ വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നോർത്ത് സോൺ അപ്ലൈ ചെയ്തത്. ആക്ച്വലി എനിക്കൊരു ഗൈഡൻസ് തരാനും ഞാൻ ആ ഒരു ടൈമിൽ കിട്ടിയില്ല, ഒരു ഗൈഡൻസ് കിട്ടിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ വേക്കൻസി നോക്കി അപ്ലൈ ചെയ്തത് കാരണമാണ് ഞാൻ നോർത്ത് സോൺ അപ്ലൈ ചെയ്തത്. പിന്നെ അങ്ങനെ അപ്ലൈ ചെയ്ത് കയറിയതാണ്. അപ്പം നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റഡീസ് എങ്ങനെ പോകുന്നു അതിൻ്റെ ഒരു കോൺഫിഡൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എക്സാം. ഇതെല്ലാം ഒന്ന് ആലോചിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നോർത്ത് സോണും വേക്കൻസിയും ഏകദേശം നിങ്ങളുടെ സ്റ്റഡീസ്, നിങ്ങളുടെ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്. ഇഫ് യു ആർ ഫുള്ളി കോൺഫിഡൻസ് ദെൻ യു ക്യാൻ ഗോ ഫോർ സൗത്ത് സോൺ, നോ ഇഷ്യൂ. അത്രയും കോൺഫിഡൻസ് നിങ്ങൾ പഠിച്ചെടുക്കണം. സമയം ഉണ്ട്, ഒത്തിരി ഉണ്ട് സമയം. ഇപ്പം കുറച്ച് പേര് ചോദിച്ചു ഈ വർഷം വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഈ വർഷം ഇപ്പം നമ്മുടെ ഓഫീസസിൽ നിന്നും വേക്കൻസിയുടെ ലിസ്റ്റ് വാങ്ങിച്ചിട്ടേ ഉള്ളൂ ആക്ച്വലി. അപ്പം മിനിസ്ട്രി ലെവലിൽ അപ്രൂവലിന് പെൻഡിങ് ആണ്. അപ്പം അത് എപ്പോൾ അപ്രൂവ് ചെയ്ത് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാളെ അപ്രൂവ് ചെയ്തേക്കാം മിനിസ്ട്രി. അപ്പം നാളെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ IBPS നോട്ടിഫിക്കേഷൻ പോകും, അത് വിത്തിൻ എ വീക്ക് വരും. പക്ഷേ ഈ അപ്രൂവൽ കുറേ നാളായിട്ട് പെൻഡിങ് ആണ്. അപ്പം അത് ഈ വേക്കൻസി പൊസിഷൻ കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റിംഗ് എന്നാണ് അറിഞ്ഞത്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് മിക്കവാറും നോർമൽ ട്രെൻഡ് അനുസരിച്ചിട്ട് ഓരോ 3 വർഷം കൂടുമ്പോഴാണ് FCI AG3 ടെക്നിക്കൽ അല്ലെങ്കിൽ AG3 പോസ്റ്റിലേക്ക് വിളിക്കുന്നത്. ഇപ്പം ഞാൻ കയറിയത് 2019 റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് 20ലാണ് ജോയിൻ ചെയ്തത്. ജാനു മാഡം ആണെങ്കിൽ 23 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 23 ജോയിൻ ചെയ്തു. അപ്പം ഒരു നോർമൽ ഞാൻ ജോയിൻ ചെയ്ത ഒരു 3 years കഴിഞ്ഞിട്ടാണ് അടുത്ത റിക്രൂട്ട്മെന്റ് വന്നത്. അപ്പം 23 കഴിഞ്ഞിട്ട് നോർമലി 26ലാണ് വിളിക്കാൻ, 26 ഇനീഷ്യലി ആദ്യം ഒരു 2 മാസത്തിൻ്റെ അകത്തൊക്കെ വിളിക്കും ആണ് ഒരു നോർമൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഓരോ വർഷം കഴിയുന്നോറും കാര്യങ്ങൾ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ചിലപ്പം ഈ ഒരു ഓക്കെ, കേൾക്കാമോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? പോയി. ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പം അടുത്ത വർഷം ഇനിഷ്യലി അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 മാസത്തിൻ്റെ അകത്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക്. പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് നമ്മളെ ബോണസ് ഒക്കെ കിട്ടുന്നത്, നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ബോണസ് ഓണത്തിന് കിട്ടുന്നത് പോലെ നമുക്ക് ദീപാവലിക്ക് ഒരു പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഉണ്ട്. പിന്നെ ബേസിക് പേയുടെ ഓരോ വർഷവും നമ്മുടെ ഇയർലി ഇൻക്രിമെന്റ് ഉണ്ട്. നമുക്ക് 3% ഓഫ് ബേസിക് പേ ഓരോ വർഷവും നമുക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. 3% എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് അല്ല. കാരണം ബേസിക് പേയിലാണ് 3% കൂടുന്നത്. ഈ ബേസിക് പേയിൽ കൂടുന്ന ഈ 3% ബാക്കി അലവൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HRA, DA, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇതെല്ലാം കൂടെ പെർസെൻറ്റേജ് കണക്ക് വരുമ്പോഴത്തേക്കും അതനുസരിച്ച് ഓരോ വർഷവും ഈ ഒരു ഇൻക്രിമെന്റ് ഉണ്ട്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ ഹെഡ് ക്വാർട്ടേഴ്സ്, റീജിയണൽ ഓഫീസ്, സോണൽ ഓഫീസ്, ഡിവിഷണൽ ഓഫീസിലൊക്കെ കൂടുതലും ഫീൽഡ് ഫയൽ വർക്ക്സ് ആണ്, അതായത് ഓഫീസ് വർക്ക്സ് ആണ് കൂടുതൽ. ഫീൽഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, പിന്നെ ട്രീറ്റ്മെന്റ്സ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, പിന്നെ ഗോഡൗൺ വിസിറ്റ്സ് ഒക്കെ ചിലപ്പം വരും. നമുക്ക് കുറച്ച് ഗോഡൗൺസ് ഒക്കെ വിസിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ഇൻസ്പെക്ഷൻ ആണ്, മെയിൻലി സൂപ്പർവിഷൻ ആണ്. നമ്മൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും നമ്മളൊന്ന് ജാഗ്രതയായിട്ടിരിക്കുക, നമ്മളൊന്ന് സൂപ്പർവൈസ് ചെയ്യുക, കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണിൽ കൂടെ തന്നെ എല്ലാം പോകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ FCIയിൽ ജോയിൻ ചെയ്തതിന് ശേഷം റിസൈൻ ചെയ്തു പോയ കുറച്ച് കേസസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേര് റിസൈൻ ചെയ്ത് പോയി. അതായത് അത് അവർ പോയതെല്ലാം ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടാണ്. അതായത് ഒന്നെങ്കിൽ ഹൈ സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ബെറ്റർ
എന്താണ് പറയുക, അല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്രാൻസ്ഫർ തന്നെ ഇരിക്കട്ടെ, അവർക്ക് ട്രാൻസ്ഫർ കിട്ടാൻ ചിലപ്പോൾ 2 years വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ 2 years വെയിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് വരികയും സെലക്ട് ആവുകയും ചെയ്യും. അപ്പോൾ അവര് നോക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് ആകുമ്പോഴത്തേക്കും കേരളത്തിന്റെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു ഓൾ ഓവർ ഇന്ത്യ അല്ല, ഞാൻ പറഞ്ഞ സോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സോണിൽ തന്നെ നിൽക്കും. അത് സോണിലുള്ള പല സ്റ്റേറ്റിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സോൺ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ആയിട്ട് തന്നെ വരണം. അപ്പം ഞാനിപ്പോൾ സൗത്ത് സോണിലുണ്ട്, ഞാനൊരു ചിലപ്പോൾ ഒരു 15-20 years എനിക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റും. അതിനുശേഷം എനിക്ക് ഔട്ട് ഓഫ് റീജിയൻ പോകേണ്ടി വരും. ഇത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന അവിടെ പോകണം ആക്ച്വലി. ഓക്കെ, സോ അതൊക്കെ കണ്ടിട്ടായിരിക്കാം കൂടുതൽ ആൾക്കാർ വേറെ ജോബിലേക്ക് പോകുന്നത്. പിന്നെ കുറച്ചും കൂടെ അസിസ്റ്റന്റ് എന്നുള്ളൊരു പേര്, ഓക്കെ, ഈ അസിസ്റ്റന്റ് AG3 ടെക്നിക്കൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എന്ന ഒരു ഇതിലാണ് നമ്മൾ FCIയിൽ അസിസ്റ്റന്റ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അസിസ്റ്റന്റ്, ഒരു മാനേജർ അല്ലാത്ത ഒരു അസിസ്റ്റന്റ് ആയതുകൊണ്ട് കുറേ പേര് പോകുന്നുണ്ട്. ആരും ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് പോയിട്ടില്ല. അതായത് എനിക്ക് FCI ജോബ് ഒട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നമുക്ക് എക്സിറ്റ് ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ എക്സിറ്റ് ഇന്റർവ്യൂസിൽ ആരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല. ഈ എക്സിറ്റ് ഇന്റർവ്യൂസിൽ പറയാത്ത പല കാര്യങ്ങളും കൊളീഗ്സ് അറിയാൻ പറ്റും. അപ്പം ആ കൊളീഗ്സ് വഴിയും അറിഞ്ഞത് അങ്ങനെ ഹയർ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ട്രാൻസ്ഫേഴ്സ് കേരളത്തിൻ്റെ അകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആകുമ്പോൾ കേരളത്തിൻ്റെ അകത്ത് മാത്രം നിന്നാൽ മതി, പുറത്ത് പോകണ്ട, അങ്ങനെയുള്ളതാണ്. പിന്നെ നമ്മളെ ലീവ്, ഞാൻ പറഞ്ഞല്ലോ ലീവ് നമുക്ക് ഒത്തിരി ഉണ്ട്. നമുക്ക് ഒരിക്കലും കള്ളം പറഞ്ഞ് ലീവ് പോകേണ്ട ആവശ്യവും വന്നിട്ടില്ല. അതൊക്കെ ആക്ച്വലി ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോൾ റീജിയണൽ ഓഫീസിൽ ഒരു 2 years ആയി, കേശവസ്വരം. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 4 kilometer ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ഓഫീസിൽ വിത്ത് പെർമിഷൻ ഇപ്പം എനിക്ക് ലീവ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിൽ നിന്ന് എനിക്ക് ധൈര്യമായിട്ട് ലീവ് ആപ്ലിക്കേഷനിൽ എഴുതി വയ്ക്കാം, ഐ എം ഗോയിങ് ഫോർ എ വെക്കേഷൻ എന്നുള്ളത് എനിക്ക് പറയാം. അപ്പം അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അത്രയും സപ്പോർട്ടുണ്ട്. കൊളീഗ്സും സീനിയർ ഓഫീസേഴ്സും തമ്മിൽ നല്ലൊരു ലിങ്കാണ് ഇവിടെ പോകുന്നത്. ഓൾമോസ്റ്റ് ഓൾ റീജിയൻസിൽ എല്ലാ റീജിയൻസിലും സെയിം ടെമ്പോയാണ്. നല്ല കോപ്പറേറ്റീവ് ആണ് എല്ലാ സ്റ്റാഫും. അപ്പം അങ്ങനെ ഒരു നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് FCIയിലുള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ട്രെൻഡ് പറഞ്ഞു. അപ്പം അത്രയൊക്കെയാണ് ഓവറോൾ. ഒരു നമ്മുടെ റീജിയണൽ ഓഫീസിലൊക്കെ ജിമ്മുണ്ട്, ഇതിൻ്റെ സൈഡിൽ ജിമ്മാണ്. ഞാനിപ്പോൾ ആക്ച്വലി ഓഫീസിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ ഒരു വെബിനാർ കാരണമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൃത്യം 5:30 ഇറങ്ങാം. അപ്പം ഒരു ഓവറോൾ ഇതാണ്. നമുക്ക് വേറെ പ്രഷറൊന്നുമില്ല. വർക്കിംഗ് എൻവയോൺമെന്റ് എല്ലാം നൈസ്, കൂൾ, കമ്പോസ്റ്റ്. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് FCI. ഞാൻ ആക്ച്വലി വേറെ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ്സ് എഴുതുന്നില്ല, കാരണം ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും അതേപോലെ ആവണമെന്നില്ല. എനിക്ക് ചിലപ്പോൾ സപ്പോസ് കേരളം കിട്ടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് വേഗത്തിൽ ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ടായിരിക്കാം ഞാനിത് സാറ്റിസ്ഫൈഡ് ആയത്. ചിലപ്പോൾ ഞാൻ ഈ സമയത്തും മാറി നിൽക്കുകയാണ്, പല പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ചിന്തിച്ച് നോക്കേണ്ടി വരും. അപ്പം ഇപ്പം ഞാൻ ആസ് പെർ ഒരു വർക്കിംഗ് നേച്ചറാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം അത്രയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് എലാബറേറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. BSc സുവോളജി എലിജിബിൾ ആണ്, ബോട്ടണി എലിജിബിൾ ആണ്, നമ്മുടെ ഫുഡ് ടെക്നോളജി എലിജിബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോർട്ടിക്കൾച്ചർ ഇക്വലൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കാം. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി അവർക്ക് പാർട്ട് B ആണ്. അവർക്ക് വേറെ നമ്മൾ ജോബ്, പിന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പാർട്ട് എയും പാർട്ട് ബി ഉണ്ട്. ഇപ്പം അഗ്രിഗുരു ഓൾറെഡി ആ ബ്രോഷറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് എക്കാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി അല്ലേ? അതെ, ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്നത് അലൈഡ് ആണ്. അതായത് അത് കൂടുതൽ പഠിച്ചവർക്ക് വേണ്ടിയാണ് പാർട്ട് B വെച്ചേക്കുന്നത്. അതിലും അഗ്രികൾച്ചർ ഉണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ആണ്. ഞാൻ ആക്ച്വലി പാർട്ട് B ആണ് സെലക്ട് ചെയ്തത്, കാരണം ഐ ആം മോർ സ്ട്രോങ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഞാൻ അഗ്രികൾച്ചർ ആണ് പഠിച്ചത്, പക്ഷേ ഞാൻ CGL CGL പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
സോ അതിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പം അതാണ് ജനറലി. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ സോൺ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നോക്കി സെലക്ട് ചെയ്യണം. എക്സാംസും പ്രിലിംസും മെയിൻസ് ഒക്കെ നമ്മൾ ഉള്ള സെന്ററിൽ, അതായത് എൻ്റെ ടൈമിൽ എൻ്റെ റീസെന്റ് അപ്ഡേഷൻ അല്ല, ഞാൻ 2019 എക്സാം എഴുതിയത്. ഇപ്പൊ എൻ്റെ ടൈമിൽ എന്ന് പറയുന്നത് പ്രിലിംസിന് എല്ലാ ഡിസ്ട്രിക്റ്റിലും സെന്റേഴ്സ് ഉണ്ടായിരുന്നു. മെയിൻസിന് ആകെ കൊച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. ഞാൻ അപ്ലൈ ചെയ്ത നോർത്തിലാണ്, പക്ഷെ എന്നാലും എക്സാംസ് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റി. ഞാൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് മാത്രമാണ് നോർത്തിൽ പോയത്. അതിനുശേഷമാണ് കോവിഡ് വന്നത്. അതിനുശേഷം, അതായത് ഞാൻ മെയിൻ ലിസ്റ്റ് കയറിയതിനു ശേഷം കോവിഡ് വരികയും കോവിഡ് വന്നതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസും അതാത് റീജിയണൽ ഓഫീസിൽ, അതായത് ഇപ്പം ഞാൻ നോർത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥലം ഇവിടെ കേരള ആയതുകൊണ്ട് എനിക്ക് കേശവസ്ഥലത്ത് വന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യാം എന്നുള്ള ഫെസിലിറ്റി FCA തന്നു. ഇപ്പോഴും അതാണ്. ഇപ്പൊ ഏത് സോൺ ആയിരുന്നാലും റീജിയണൽ ഓഫീസിൽ വെച്ചാണ് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്നത്. ഏജ് ലിമിറ്റും കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്ത് വരും. അത് സോൺ സെലക്ട് ചെയ്യണം. ബുക്സ് സജഷൻ കൂടുതലായിട്ട് ജാനു വിൽ ഹെൽപ്പ്. ആക്ച്വലി എൻ്റെ അത് ഒരു ടച്ച് പോയി. മാം ജാനു മാമിനും ഇതിലേക്ക് ഇന്ററാക്ട് ചെയ്യാം. കമന്റ്സ് കുറച്ച് എക്സ്പെക്ട് ചെയ്യാത്ത കമന്റ്സ് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരെണ്ണം കണ്ടു. ഇസ് ദർ എനി എക്സ്പോഷർ വിത്ത് ഹാർംഫുൾ കെമിക്കൽസ്, will this lead to any disorders in future? ബീങ് അഗ്രികൾച്ചർ സ്റ്റുഡന്റ് നമ്മളെ ചോദിക്കാൻ പാടില്ല. ആക്ച്വലി ഇല്ല, ഞാൻ അതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാം. ആക്ച്വലി നമുക്ക് ഈ ഡസ്റ്റിംഗ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അതായത് കാറ്റഗറി 4 ആണ് ഡസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ്. അവരുടെ പേര് തന്നെ, അതായത് അവരുടെ മെയിൻ വർക്ക് റോൾ എന്ന് പറയുന്നത് സ്പ്രേയിങ്. നമ്മൾ കെമിക്കൽ കൊടുക്കുക, വി ഹാവ് ടു സപ്ലൈ ദ കെമിക്കൽ ആസ് പെർ റെക്കമെൻഡേഷൻ. നമ്മൾ കൊടുക്കുക, അവർ ഡൈല്യൂട്ട് ചെയ്യും, അവർ സ്പ്രേ ചെയ്യും. ഓക്കെ, അപ്പൊ അവർക്ക് ആരാണോ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രോപ്പർ മാസ്ക് ഉണ്ട്. മാസ്ക് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വയ്ക്കുന്ന ഈ സിമ്പിൾ മാസ്ക് അല്ല, N95 പോലത്തുള്ള മാസ്ക് അല്ല. ഒരു നമ്മൾ ഈ ലാബിലൊക്കെ ഇരിക്കുന്ന പോലെ ഒരു, എനിക്ക് സംഭവം കയ്യിലില്ല. അപ്പം നല്ല പ്രോപ്പർ മാസ്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ ഒരു പ്രശ്നവുമില്ല. ഗ്ലൗസ് ഉണ്ട്, നമുക്ക് ഗം ബൂട്ട്സ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഫീൽഡ് ലെവലിൽ കിട്ടും. ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പോഷറും കൂടെ ഉള്ളതുകൊണ്ട് പറയാണ്. ഇപ്പം ഞാൻ ആക്ച്വലി പഞ്ചാബിലെ ഫീൽഡിൽ നിന്നിട്ടുണ്ട്, പ്രൊക്യൂർമെന്റ് റീജിയനിൽ നിന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കൺസ്യൂമിങ് സ്റ്റേറ്റിലാണ്. അപ്പം ആ ഒരു ഓവറോൾ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ബുക്സ് പ്രിപ്പറേഷനെ കുറിച്ച് ഞാൻ പ്രിപ്പറേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലിയർ ചെയ്യാം. നോക്കട്ടെ. ആദ്യം റെഫറൻസ് ബുക്സ്, അതായത് ഇപ്പൊ നിങ്ങൾ ഇതുപോലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബുക്കായിട്ടായിരിക്കില്ല. എനിക്ക് തോന്നുന്നു അഗ്രിഗുരു അല്ലെ, എല്ലാം PDF ആയിട്ട് നോൺ പ്രിന്റബിൾ PDF ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പൊ നിങ്ങൾക്ക് അത് ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ ബുക്കായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ജനറൽ സ്റ്റഡീസിന് ലൂസെന്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. പക്ഷെ ബുക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്ന് വെച്ചാൽ കുറെ നേരത്തെ തുടങ്ങണം. കാരണം ബുക്കിൽ ഒത്തിരി വാസ്റ്റ് ആയിരിക്കും. അവര് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നും ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ബുക്ക് റെഫർ ചെയ്യുന്നവർക്ക് റെഫർ ചെയ്യാം. പക്ഷെ മാത്സ്, റീസണിങ് അതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളെപ്പോഴും മോക്ക് ടെസ്റ്റ് ബേസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു ടൈം ലിമിറ്റും കൂടി നമുക്ക് കാണണം. നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 5 മിനിറ്റ് എടുത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 40-45 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടി നമ്മൾ ആൻസർ ക്ലിക്ക് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി പ്രിപ്പറേഷനെ കുറിച്ച് ഞാൻ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ബട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. നിങ്ങൾക്ക് PDC കിട്ടി കാണുമല്ലോ. PDC വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അറ്റ് ദ ടൈം ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ സർട്ടിഫിക്കറ്റ് ഇനി സപ്പോസ് എവിടെ സെക്ഷനില്ല, ഫസ്റ്റ് ഫ്ലോർ കൂട്ടിക്കോ, കുഴപ്പം അല്ല, കൂട്ടണ്ട. ഞാൻ വന്ന് ചേട്ടനെ വിളിക്കാം.
അപ്പം എലിജിബിൾ ആണ്. നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ഇൻഫാക്ട് ഇപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺസേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി. ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ റീസൺ, അതായത് ഇപ്പോൾ കോൺവക്കേഷൻ ഡിലേ ആവുന്നു, അങ്ങനെയൊക്കെയുള്ള കാരണം വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ എക്സ്ക്യൂസ്. അപ്പം അപ്ലൈ ചെയ്യാം, അത് കുഴപ്പമില്ല. അതിന് ടൈം കിട്ടും, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. ആ ടൈമിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ട് തിരിച്ച് സബ്മിറ്റ് ചെയ്യണം. ഇസ് ദർ എനി എക്സ്പോഷർ വിത്ത് ഹാംഫുൾ? അത് ഓൾറെഡി പറഞ്ഞു. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം അഗ്രിഗുരു ആണ് വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പം ബെറ്റർ ആക്ച്വലി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് കോഴ്സ്, അതായത് ഇപ്പം നമ്മൾ വാസ്റ്റ് ആയിട്ട് കയറി പഠിക്കാതെ ഓരോ എക്സാംസിന്, ഇപ്പം നിങ്ങൾ ഈ ഒരു എക്സാംസിന് പഴയ എക്സാംസ് അസിസ്റ്റന്റ് ആയാലും അഗ്രികൾച്ചർ ഓഫീസേഴ്സ് പലതും ആയാലും അതിനൊക്കെ പഠിക്കുന്നത് ചിലപ്പോൾ ഈ എക്സാമിന് യൂസ് ആവാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നമ്മൾ പഠിക്കുന്നത് വേസ്റ്റ് ആവുന്നില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു പ്രിസൈസ് ആയിട്ട് പോകുന്ന ഒരു കോഴ്സ് സ്ട്രക്ചർ ആണ്. അപ്പം ആ കോഴ്സ് സ്ട്രക്ചറിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ബ്ലഫ് ചെയ്ത് പഠിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ടു പോയിന്റ്, നമുക്ക് ആ പോയിന്റ് മാത്രം ക്ലിയർ ചെയ്ത് പോയാൽ മതി. അപ്പം അതുകൊണ്ട് ബെറ്റർ ആ ഒരു ബുക്സ് നോക്കണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു ബേസ് ആയിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു PDF കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് ഡേറ്റ, ആ ബേസിക് കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കാരണം കൂടുതൽ വാരി വലിച്ച് പഠിച്ചിട്ട് നമുക്ക് യൂസ് ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. അതർ ദാൻ A4 ടോപ്പിക്സ് ഏതൊക്കെ എങ്ങനെ കവർ ചെയ്യണം? A4 ടോപ്പിക്സിന്റെ അധികമായിട്ട് വരുന്നതിൽ ജനറൽ റീസണിങ്, മറ്റേ ഈ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള ടോപ്പിക്സ് ആണ്. അപ്പം അത് ഓൾറെഡി ഇവിടെ നമ്മുടെ കോഴ്സിൽ അത് ഇത് ഓൾറെഡി മെൻഷൻഡ് ആണ്. അത് നമ്മുടെ ഈ സിലബസിൽ ഓൾറെഡി ഇതിൽ മെൻഷൻഡ് ആണ്. ആക്ച്വലി കമ്പയർഡ് ടു A4 മാത്സ് ആയാലും റീസണിങ് ആയാലും FCA കുറച്ചും കൂടി ഈസി ആണ്. ആക്ച്വലി വേറൊരു കാര്യം, അതെ, ഈസി ആണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ ഇത് FCA എല്ലാവരിലേക്കും അധികം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു അവബോധം കുറവാണ്. അപ്പം പലരും എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴും പലരും അപ്ലൈ ചെയ്യാതെയൊക്കെ വിടുന്ന ഒരു സംഭവമാണ്. CWC ഒക്കെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. FCA കൂടുതലായിട്ട് ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ക്രാക്ക് ചെയ്യാനും കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും. പിന്നെ എക്സാംസും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ആപ്റ്റിറ്റ്യൂഡ് ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ജനറൽ ഇതാണ്, അതിനായാലും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. A4ന്റെ അത്രയും ടഫ്നെസ് പോലും കാണത്തില്ല. വേറൊരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ ബി ചൂസ് ഓൾ സോൺ? പറ്റില്ല, ഒരൊറ്റ സോൺ ചൂസ് ചെയ്ത് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. കോമ്പറ്റീഷൻ ഷുഡ് ബി ഫെയർ ആൻഡ് ഈക്വൽ. അപ്പൊ ഏത് സോൺ ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക, ആ ഒരൊറ്റ സോണെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഞാൻ എക്സാം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് സൗത്ത് സോൺ നോർത്ത് സോൺ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ആ ടൈമിൽ. അപ്പൊ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത് സൗത്ത് സോൺ ആണ്. പക്ഷെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് ഫോം ഫില്ല് ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് ഫോമാണോ ഫില്ല് ചെയ്യുന്നത് അതായിരിക്കും FCA കൺസിഡർ ചെയ്യുന്നത്. അതായത് ഞാൻ സെയിം എക്സാമിന് 2 ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ സൗത്തിന് ഫില്ല് ചെയ്തു, ഒന്ന് ഞാൻ നോർത്തിന് ഫില്ല് ചെയ്തു. അപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തത് നോർത്ത് ആയതുകൊണ്ട് എനിക്ക് അതിന്റെ അഡ്മിറ്റ് കാർഡ് വന്നു, ഞാൻ ആ എക്സാം എഴുതി. അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കുക. ഈ വർഷം അങ്ങനെ പറ്റണം എന്നില്ല, എന്ത് മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ സോണിലും ഒരേ എക്സാം ആയിരിക്കും. ഇപ്പൊ AG3 ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിലും പല സോണുകളിലാണെന്നുണ്ടെങ്കിലും പല വേക്കൻസി ആണെങ്കിലും പ്രിലിംസ് ആൻഡ് മെയിൻസ് ക്വസ്റ്റ്യൻ എവറിത്തിങ് വിൽ ബി സെയിം. ഓരോ സോണിനും ഇന്ന ക്വസ്റ്റ്യൻ, സൗത്ത് സോൺ ആയതുകൊണ്ട് ഇന്ന ക്വസ്റ്റ്യൻ, അങ്ങനെയില്ല. ഫുൾ ഓൾ ഓവർ ഇന്ത്യ സെയിം ക്വസ്റ്റ്യൻ ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഫോർ AG3 ടെക്നിക്കൽ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, സെയിം എക്സാമിന് 2 രീതിയിൽ കട്ട് ഓഫ് വരും. നോർത്തിൽ 100 ആയിരിക്കും കട്ട് ഓഫ്, സൗത്തിൽ 132 ആയിരിക്കും കട്ട് ഓഫ്. ഐ എം ജസ്റ്റ് ടെല്ലിങ് അബൌട്ട് ജനറൽ കാഡർ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ആൾക്കാർ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പൊ എന്റെ റിക്രൂട്ട്മെന്റ് ടൈമിൽ തന്നെ എന്നെയും കാട്ടിയും 30 മാർക്ക് കൂടുതലുള്ള ആൾക്ക് പോലും FCAയിൽ സൗത്ത് സോണിൽ ജോലി കിട്ടിയില്ല. പക്ഷെ എനിക്ക് നോർത്ത് സോൺ അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രം എനിക്ക് ജോലി കിട്ടി. അപ്പം അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എക്സാമിന് നിങ്ങൾ എത്രത്തോളം പ്രിപ്പറേഷൻ കോൺഫിഡന്റ് ആണ് അതനുസരിച്ചിട്ട് എക്സാം എഴുതുക. കാരണം സെയിം എക്സാമിന് പല കട്ട് ഓഫ് ആണ്. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കുക. സോൺസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യേണ്ടത്.
കമ്പ്യൂട്ടർ നോളജ് നെസസറി. നിങ്ങൾ കമ്പ്യൂട്ടർ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് കമ്പ്യൂട്ടർ പഠിക്കണമെന്നില്ല. ഈ നിങ്ങളുടെ അഗ്രികൾച്ചറിൽ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പം ഇറ്റ് ഈസ് വെൽ, അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങളുടെ സെമിസ്റ്റർ വൈസ് നമ്മുടെ മാർക്ക് ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൽ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. 10th ക്ലാസ്സിൽ IT ഉണ്ട്. അപ്പോൾ ആ IT അതൊക്കെ മതി. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കോഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വില്ലിംഗ്ലി ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എനിക്ക് കിട്ടാത്ത സാധനം ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ ആക്ച്വലി എക്സാം ക്ലിയർ ആയി, പ്രിലിംസ് മെയിൻസ് ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഈ കമ്പ്യൂട്ടറിന്റെ ഒരു സംഭവം കണ്ടിട്ട് ഞാൻ പോയി ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ എനിക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വന്നത് കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പോയപ്പോഴാണ് അറിഞ്ഞത് അതിന്റെ ആവശ്യം ആക്ച്വലി ഇല്ല. നിങ്ങളുടെ സിലബസിന്റെ അകത്ത് പഠിച്ചിട്ടുണ്ടായാൽ മതി. OBC 33 ഏജ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് ആക്ച്വലി നോട്ടിഫിക്കേഷനിൽ ക്ലിയർലി മെൻഷൻഡ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കുക. ഏജ് റിലാക്സേഷൻ അനുസരിച്ചിട്ട് ഓരോ സെപ്പറേറ്റ് കാറ്റഗറി അനുസരിച്ചിട്ട് അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കും. AFO ലെവലിനെക്കാട്ടും കുറച്ച് താഴെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഐ തിങ്ക് സോ. ജാനു അല്ലേ? AFO ലെവലിനെ അതെ, A4-നേക്കാളും താഴെ ആയിരിക്കും. കാരണം A4 ക്വസ്റ്റ്യൻസ് ഒത്തിരി ഇലാബറേറ്റ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു ലെവൽ വരുന്നേ ഇല്ല. പക്ഷെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ കുറഞ്ഞ ടൈമിൽ കറക്റ്റ് ആക്കണം. അപ്പൊ അത് സ്പീഡും ആക്യുറസിയും ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിങ്ങൾ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നല്ല, ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്പീഡായിട്ട് ചെയ്യേണ്ടി വരും. അതാണ് യഥാർത്ഥത്തിൽ ടഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നേക്കാളും പാടതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ കുറഞ്ഞ സമയത്ത് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു മോക്ക് ടെസ്റ്റിന്റെ ഏത് ആപ്പാണ് നല്ലതെന്ന്. എനിക്കറിയില്ല. അഗ്രിഗുരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ മോക്ക് ടെസ്റ്റ്? യെസ് മാം, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ, അപ്പൊ അത് മതി. അപ്പം മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുക്കുക, എന്നിട്ട് തെറ്റുന്ന ക്വസ്റ്റ്യൻ എല്ലാം അനലൈസ് ചെയ്യുക. അപ്പൊ അഗ്രിഗുരു മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ അവർ അതിന്റെ ക്ലാരിഫിക്കേഷൻ, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും വെക്കും. അത് അറ്റൻഡ് ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സോണ് മാറ്റാൻ പറ്റുമോ? പിന്നീട് സ്കോർ വന്നതിന് ശേഷം പറ്റില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന പഴയ അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. കാരണം നിങ്ങൾ ഇതുവരെ കണ്ട അഗ്രികൾച്ചർ ഓഫീസറിന്റെയോ അഗ്രി അസിസ്റ്റന്റിന്റെയോ ഒരു എക്സാം പാറ്റേൺ അല്ല. അപ്പം പഴയ അഡ്വർടൈസ്മെന്റ് ഒന്ന് എടുത്ത് അതിന്റെ സിലബസും എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. വേണമെങ്കിൽ ഞങ്ങൾ ഒരു PDF പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി തരാം. അത് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ കുറെ കുട്ടികൾ, ഞാൻ പഠനക്കാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് കുറെ ഡൗട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനെപ്പറ്റി ക്ലാരിറ്റി നല്ല കുറവാണ് എല്ലാവർക്കും. Is 11th and 12th bio NCERT enough for zoology and botany? ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാതിരിക്കാം. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് 10th and 12th ലെവൽ വെച്ചിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. പക്ഷേ ദ തിങ് ഈസ്, എന്തുകൊണ്ടാണ് ഈ സുവോളജിയും ബോട്ടണിയും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ, അഗ്രികൾച്ചറുകാർ മാത്രമല്ല ഇത് എഴുതുന്നത്, BSc ബോട്ടണിക്കാരും BSc സുവോളജിക്കാരും എല്ലാവരും എഴുതും. അപ്പോൾ അവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അതിൽ കിട്ടാൻ വേണ്ടിയാണ്. അതായത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അഗ്രികൾച്ചറുകാരും ബോട്ടണിക്കാരും സുവോളജിക്കാരും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ സുവോളജി ബോട്ടണി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ബോട്ടണി റിലേറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾമോസ്റ്റ് അഗ്രികൾച്ചറുകാർക്ക് ഫ്രീ ഹിറ്റ് ആയിരിക്കും. പിന്നെ സുവോളജി എന്ന് പറയുന്നത് നമ്മുടെ ഈ 11th 12th NCERT നിന്ന് നമുക്ക് ചില ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബുക്ക് മതി, പക്ഷെ നമുക്ക് എക്സാമിന് മുമ്പ് ഒരിക്കലും ഒരു സ്കൂൾ ബുക്ക് തുറന്നു വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആയിരിക്കില്ല. ഞാൻ പറയുന്ന ഒരു സ്ട്രക്ചേർഡ് മെറ്റീരിയൽ അത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതും ചോദിക്കാം, ചിലപ്പോൾ ഇല്ലാത്തതും ചോദിക്കാം. 400 പേജിന്റെ ബുക്ക് ഇരുന്ന് നമ്മൾ ബ്ലൈൻഡ്ലി പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ജനറൽ സയൻസ് മാത്രമല്ല, ബാക്കി 3 സബ്ജക്റ്റ് ഉണ്ട്, അഗ്രികൾച്ചർ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സോഴ്സ് ലിമിറ്റഡ് ആയിട്ട് വെക്കുക, മാക്സിമം കവർ ചെയ്യുക, റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. സ്റ്റഡി ലീവ് ആഫ്റ്റർ 5 years ആണോ? സ്റ്റഡി ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം 5 years കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റഡി ലീവിന് നമുക്ക് ഉടനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
അതിനും കുറച്ച് സർക്കുലേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ കോർപ്പറേഷൻ ഷുഡ് ഹാവ് സം ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. കാരണം സ്റ്റഡി ലീവിന് സാലറി കിട്ടും. ഓക്കെ, സ്റ്റഡി ലീവ് വിത്ത് സാലറി ആണ്. ഒരു ഫുൾ സാലറി കിട്ടത്തില്ല, എ പാർട്ട് ഓഫ് സാലറി. ഇഫ് FCI is providing that salary, then കോർപ്പറേഷൻ ഷുഡ് ഹാവ് സം ബെനിഫിറ്റ് വിത്ത് ദാറ്റ്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് സ്റ്റഡി ലീവിന്റെ അപ്രൂവൽ കിട്ടത്തുള്ളൂ. ഓക്കെ, സോൺ മാറ്റാൻ പറ്റുമോ പിന്നീട്? അത് ഓൾറെഡി പറഞ്ഞു. ഒരു ചാൻസ്, ലാസ്റ്റ് ചാൻസ്. സൗത്ത് സോൺ അപ്ലൈ ചെയ്താൽ വേക്കൻസിക്ക് അനുസരിച്ച് നോർത്തിലേക്ക് പോകുമോ? ഇല്ല. സൗത്ത് സോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൗത്തിലുള്ള വേക്കൻസിക്കകത്തായിരിക്കും റാങ്ക് അനുസരിച്ച് ഫില്ല് ചെയ്യുന്നത്. മെയിൻ ലിസ്റ്റ് കാണും, വെയിറ്റിംഗ് ലിസ്റ്റ് കാണും. മെയിൻ ലിസ്റ്റിൽ നിന്നുള്ളവരുടെ എല്ലാവരുടെയും ജോയിനിങ് കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്ന വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും, പ്ലസ് റെസിഗ്നേഷൻ എന്തെങ്കിലും വരുന്ന അനുസരിച്ചിട്ടായിരിക്കും വേക്കൻസി ഫ്രം വെയിറ്റിംഗ് ലിസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് പോകുന്നത്. അത് സോൺ സ്പെസിഫിക് ആണ്. നിങ്ങൾ എക്സാം ഏത് സോൺ അപ്ലൈ ചെയ്യുന്നു, എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് സോണും മാറാൻ പറ്റത്തില്ല. ആ സോണിന്റെ വേക്കൻസിയിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും. പിന്നീട് നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നോർത്ത് സോൺ ചോദിച്ച ഒരു ഓപ്ഷനാണ്. അത് ഓരോ സോൺ അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നോർത്ത് സോൺ ആക്ച്വലി നിങ്ങൾക്ക് റീജിയൻ പ്രിഫറൻസ് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് പഞ്ചാബ് വേണോ, ഹരിയാന വേണോ, ഡൽഹി വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാം. ബട്ട് ദേ വിൽ ഓൾസോ സീ വിത്ത് ദ വേക്കൻസി. അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ, പിന്നെ റാങ്ക് അനുസരിച്ചിട്ട് വേക്കൻസി ഫില്ല് ചെയ്ത് പോകും. അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസിന് കൊടുക്കും, ഇല്ലെങ്കിൽ അടുത്ത പ്രിഫറൻസിനൊക്കെ കൊടുക്കും. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡൽഹിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഡൽഹിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹി ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ബാച്ചിൽ ആർക്കും ഡൽഹി കിട്ടിയിട്ടില്ല. അത് കൂടുതലായിട്ടും ഹെഡ് ക്വാർട്ടേഴ്സ് ലെവലിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ചിലപ്പം പഞ്ചാബ്, ഹരിയാന, UP അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും പോസ്റ്റിംഗ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ മെയിൻസ് എക്സാമിന്റെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് മെയിൻസിന്റെ, ഞാൻ പറഞ്ഞു, മെയിൻസിന്റെ മാർക്കാണ് ഫൈനൽ മെറിറ്റ്. അതാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ, ജോബ് ഡിസൈഡിങ് ഫാക്ടർ എല്ലാം. അപ്പോ മെയിൻസും പ്രിലിംസും സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. മെയിൻസിൽ എക്സ്ട്രാ വരുന്നത് 60 മാർക്കിന്റെ പ്രൊഫഷണൽ നോളേജ് ആണ്. അതിൽ മേജർ വെയിറ്റേജ് അഗ്രികൾച്ചറിനാണ്. പിന്നെ ബേസിക്കലി ഞാൻ എന്റമോളജിസ്റ്റ്. അപ്പം പ്രൊഫഷണൽ നോളേജിൽ എന്റമോളജിക്ക് ബാക്കി അഗ്രികൾച്ചർ സബ്ജക്റ്റിനെക്കാളും വെയിറ്റേജ് ഉണ്ട്. കാരണം സൂരജ് സാർ പറഞ്ഞ പോലെ പ്രിസർവേഷൻ ഇസ് എ മേജർ പാർട്ട്. ഇപ്പൊ പ്രിസർവേഷനിൽ നമുക്കറിയാലോ മേജർലി വരുന്നത് ഇൻസെക്ട് ആൻഡ് അതർ ഡിസീസസ് ആണ് മേജർ. അപ്പോ എന്റമോളജിക്ക് നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. അപ്പോ എന്റമോളജി വീക്ക് ആയിട്ടുള്ളവര് അഗ്രികൾച്ചർ പോർഷൻ പഠിക്കുമ്പോൾ ആദ്യം എന്റമോളജി കവർ ചെയ്ത് വിടുക. എസ്പെഷ്യലി അപ്ലൈഡ് എന്റമോളജി, അതായത് സ്റ്റോറേജ് എന്റമോളജി, പെസ്റ്റ് മാനേജ്മെന്റ്, അത് മാത്രമല്ല ഫിസിയോളജി, മോർഫോളജി എല്ലാം വേണം. പക്ഷെ എന്റമോളജി ക്വസ്റ്റ്യനും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. ചിലപ്പോൾ അത് ഈ വർഷം കൂടാൻ കുറയാം, എന്നാലും അതിൽ നിന്നൊരു കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. അപ്പൊ അഗ്രികൾച്ചറിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് അതാണ്. നോർത്ത് സോണിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് വരും? പഞ്ചാബ്, ഹരിയാന, UP, ഹിമാചൽ പ്രദേശ്, ജമ്മു, പിന്നെ അത് ഉത്തരാഖണ്ഡ് അല്ലേ? ഉത്തരാഖണ്ഡ് ഉണ്ടല്ലോ, ഉത്തരാഖണ്ഡ് ആണ് വരുന്നത്. രാജസ്ഥാൻ. രാജസ്ഥാൻ. പറയാം, കട്ട് ഓഫ് നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ജനറൽ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് നമ്മൾ പറഞ്ഞത്. എൻ്റെ ടൈമിൽ 100 ആയിരുന്നു നോർത്തിൽ, 130 ആയിരുന്നു സൗത്തിൽ ജനറലിൻ്റെ കട്ട് ഓഫ്. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പം കഴിഞ്ഞ റിക്രൂട്ട്മെന്റിൽ 90 to 100 റേഞ്ചിലാണ് AG3 ടെക്നിക്കലിന്റെ ജനറലിന്റെ കട്ട് ഓഫ് വന്നത് നോർത്തിൽ. സൗത്തിൽ എനിക്ക് ഡേറ്റ കിട്ടിയിട്ടില്ല. കൂടുതലാണ്, എന്തായാലും കൂടുതലാണെന്നുള്ള ഡേറ്റ കിട്ടി, പക്ഷെ എത്രയാണെന്നുള്ള കിട്ടിയിട്ടില്ല. എക്സാം നടന്ന റിക്രൂട്ട്മെന്റ് ആയിരിക്കും 1 year എടുക്കുന്നു. എക്സാം നടത്തി കഴിഞ്ഞാൽ ഇപ്പം എല്ലാം കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്, സെയിം ഇയർ തന്നെ. അതായത് പ്രിലിംസ് കഴിഞ്ഞ് റിസൾട്ട് വന്ന മെയിൻസിന് ഒരു ടൈം കിട്ടും. ആ ടൈം ഫ്രെയിം കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റ് ഇട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യും. എൻ്റെ ടൈമിൽ ഓൾമോസ്റ്റ് 1.5 years എടുത്തു എനിക്ക് ജോയിനിങ് കിട്ടാൻ വേണ്ടി. എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം, ക്ലിയർ മീൻസ് എക്സാം പ്രോസസ് ഫ്രം പ്രിലിംസ് ടു ജോയിനിങ് ഏകദേശം 1 year അടുപ്പിച്ച് എടുത്തു. 1 year കൂടുതൽ എടുത്തു. കോവിഡ് ഒരു ഫാക്ടർ ആയിരുന്നു, അതുകൊണ്ടാണ്. ഞാൻ ഒക്ടോബർ 2020 ജോയിൻ ചെയ്തത്. ഒക്ടോബർ 2020 മാർച്ച് തൊട്ട് കോവിഡ് ആയത് കാരണം അതിനൊരു ലാഗ് വന്നതാണ്. പക്ഷേ ഇപ്പം ന്യൂ ബാച്ചസ് സെയിം ഇയർ തന്നെ 23 നോട്ടിഫിക്കേഷൻ വന്നു. 23 ഓഗസ്റ്റ് ആയപ്പോൾ അവർ ജോയിനിങ് ചെയ്തു.
എനിക്ക് സാലറിയുടെ ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട്. എനിക്ക് കുറച്ച് കുട്ടികൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിരുന്നു. കാരണം ബേസിക് പേ 28,200 എന്ന് കാണുമ്പോൾ ബേസിക് പേ അല്ല നമുക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നത്. സൂരജ് സാർ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരാവാം. ഒത്തിരി അലവൻസസ് കൂടി ചേർന്നാണ് നമുക്ക് സാലറി വരുന്നത്. അതും ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് അലൈഡ് സ്ഥാപനമാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ അലവൻസസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നാട്ടിലെ പല എന്താ പറയാ ഗസറ്റഡ് ജോബില് ബേസിക് പേ കൂടുതലാണെങ്കിൽ കൂടി അവർക്ക് പോലും FCAയിൽ ഒരു AG3 കിട്ടുന്ന സാലറി ഇൻ ഹാൻഡ് കിട്ടുന്നില്ല. നമുക്കിപ്പോ ബേസിക് വരുന്നത് 28,200 ആണ്. പക്ഷെ നമുക്ക് ഇൻ ഹാൻഡ് സാലറി 50 കിട്ടുന്നവരുണ്ട്. അതുപോലെ ഡിപ്പോയിൽ ഇപ്പൊ സൂരജ് സാറൊക്കെ ഡിപ്പോയിൽ വർക്ക് ചെയ്തതാണ്. അവർക്ക് ഓവർ ടൈം അലവൻസ് കിട്ടുന്നുണ്ട്. മാസം 20,000 രൂപ വരെ എക്സ്ട്രാ പ്ലസ് സാലറി ഓവർ ടൈം അലവൻസ് ഞാൻ പറയാൻ കിട്ടുന്നവരുണ്ട്. വിട്ടുപോയതാണ്. അതെ അതെ അതെ. അതായത് ബേസിക് 28,200 ആണ്. പക്ഷെ ഇൻ ഹാൻഡ് 70,000-75,000 രൂപ വരെ സാലറി ഇൻ ഹാൻഡ് വാങ്ങിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റേറ്റിന്റെ ബേസിക് പേയും സെൻട്രൽ ഗവൺമെന്റിന്റെ ബേസിക് പേ ആയിട്ട് കമ്പയർ ചെയ്യരുത്. കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ChatGPT ചോദിക്കുമ്പോൾ പോലും ഇൻ ഹാൻഡ് സാലറി കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അത് അങ്ങനെയല്ല കേട്ടോ. ഒരു 50 തൊട്ടെങ്കിലും നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടും. പിന്നെ കാറ്റഗറി ഇന്റർവ്യൂ വരുന്നത് മാനേജർ പോസ്റ്റിന് മാത്രമാണ്. കാറ്റഗറി AG3 ഇന്റർവ്യൂ ഇല്ല, ഉള്ളു പ്രിലിംസ് ആൻഡ് മെയിൻസ്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണോ എന്നുള്ളൊരു ചെക്കിങ് വരും, അത്രേ ഉള്ളൂ. പിന്നെ കാറ്റഗറി റിസർവേഷൻ ഉണ്ടോ? സംഭവം ഉണ്ട്. കാറ്റഗറി റിസർവേഷൻ വേക്കൻസീസ് സെപ്പറേറ്റ് ആണ്. പിന്നെ SSC കോച്ചിങ് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനിൽ എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടത്? SSC കോച്ചിങ് ചെയ്യുന്നവർ അഗ്രികൾച്ചർ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുക. SSC കോച്ചിങ് ചെയ്യുന്നവർ പിന്നെ ഓൾമോസ്റ്റ് അവർക്ക് എല്ലാത്തിൻ്റെയും സിലബസ് എക്സ്പോഷർ കിട്ടിക്കാണും. അപ്പോൾ അവർ കൂടുതലായിട്ട് അഗ്രികൾച്ചർ നോക്കുക, ക്വാണ്ട്സ്, റീസണിങ്, അവരിലെ ആ ഒരു കോച്ചിങ്ങിൽ അഗ്രികൾച്ചറിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കുകൾ ക്രാക്ക് ചെയ്യാൻ കിട്ടും. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യു ടേക്ക് ഓൺ ഡൂയിങ് PG? അതായത് ഒരു PGയുടെ കൂടെയോ അല്ലെങ്കിൽ ജോബിന്റെ ഒപ്പം ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നതിനെ പറ്റി എന്താണ് ഒപ്പീനിയൻ? ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ MSCയുടെ ഒപ്പമാണ് ഞാൻ FCAക്ക് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് അതെനിക്കൊരു അത്യാവശ്യം നല്ല tedious ആയിരുന്നു. കാരണം ഞാൻ AFOക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. FCA വന്നപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്തു. അപ്പോ AFO ഞാൻ ഇന്റർവ്യൂ വരെ എത്തി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പൊ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എഫിഷ്യൻസി അത് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിസ്ക് എടുത്ത് നോർത്ത് സോൺ കൊടുത്തത്. കാരണം സൗത്ത് സോൺ ആ ഒരു ലെവൽ പ്രിപ്പറേഷൻ കട്ട് ഓഫ് ഹയർ ആയിരിക്കും. ആ ലെവൽ പ്രിപ്പറേഷൻ എനിക്കറിയായിരുന്നു എനിക്ക് ആ ലെവൽ പോവില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ നോർത്ത് സോൺ റിസ്ക് എടുത്ത് കൊടുത്തത്. അപ്പോൾ ഇഫ് യു ആർ റെഡി ഫോർ മൾട്ടി ടാസ്കിങ്, ഇഫ് യു ആർ റെഡി ടു പുട്ട് ദാറ്റ് എക്സ്ട്രാ എഫേർട്ട്, എങ്കിൽ മാത്രമേ ഒരു ടെമ്പററി ജോബിന്റെ കൂടെ പ്രിപ്പറേഷൻ എടുക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു കോച്ചിങ്, ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. എന്നാലും അങ്ങനെയുള്ളവര് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കോഴ്സ് ജോയിൻ ചെയ്യുന്നെങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇത് എസ്പെഷ്യലി ഫോർ ദോസ് ആർ ഡൂയിങ് PG ഓർ ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ RA ആയിട്ടോ ഫാം ഓഫീസർ ആയിട്ടൊക്കെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊരു കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. കാരണം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ച് നോർത്ത് സോണിലെ വേക്കൻസി കുറവായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ പലർക്കും FCA പറ്റി അവയർനെസ് ഇല്ലാത്തതാണ്. ഞാനായാലും സാറായാലും ഇങ്ങനത്തെ ഒരു സ്ട്രക്ചേർഡ് ഒരു കോഴ്സ് ഒരിടത്തും വന്നിട്ടില്ല. നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടേ ഇല്ല. AFOയ്ക്കായിരുന്നു എപ്പോഴും ഒരു അപ്പർ ഹാൻഡ്. പക്ഷെ ഇപ്പൊ AFO വരെ റിസൈൻ ചെയ്ത ആൾക്കാർ FCAയിൽ വരുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റി ഒരു അവയർനെസ് ഇല്ല. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല. നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് പോലും വരുന്നതിന് മുന്നേ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ വെയിറ്റ് ചെയ്തിരിക്കുന്നേക്കാളും ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് യു ഷുഡ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. കാരണം ഈ വർഷം വേണമെങ്കിൽ സൗത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ സൗത്തിനേക്കാളും മുകളിൽ കട്ട് ഓഫ് വന്നില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. പിന്നെ എക്സാം സെയിം സിലബസ് ആണോ അതർ എക്സാംസിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാനേജറും AGMസിനൊക്കെ ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ്. പക്ഷെ അതിൽ വേക്കൻസി ആണ് ഒരു റോള്. അതായത് മാനേജറിനൊക്കെ ലെസ് ദാൻ 20 വേക്കൻസി ഒക്കെ വരത്തുള്ളൂ. അപ്പം അതനുസരിച്ച് കയറുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് ആയിരിക്കും. അത്രയും ഹൈ കട്ട് ഓഫ് ആയിരിക്കും. എക്സാംസും കുറച്ച് ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേ സെയിം സിലബസ് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. നോർത്ത് സോണിൽ കിട്ടിയാൽ ട്രാൻസ്ഫർ പോസിബിൾ ആണോ? എത്ര ഇയർ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 2 years മാൻഡേറ്ററി ആണ് ഒരു സോണിൽ.
നമ്മൾ ഒരു സോണിൽ അല്ലെങ്കിൽ ഒരു റീജിയണിൽ 2 ഇയേഴ്സ് നമ്മൾ മാൻഡേറ്ററി ആണ്. അതിനുശേഷം മാത്രമേ നമുക്ക് സോൺ മാറാൻ പറ്റത്തുള്ളൂ. അപ്പം ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഞാൻ ആക്ച്വലി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ട്രാൻസ്ഫറിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നവരുമാണ്. ഒത്തിരി പേര് മലയാളികൾ നമ്മളെ അമൃത്സറിൽ പഞ്ചാബിൽ തന്നെ ഉണ്ട്. പഞ്ചാബിൽ അമൃത്സറിൽ മാത്രമല്ല, ഓൾ ഓവർ അതർ ഡിസ്ട്രിക്ട്സിലും പഞ്ചാബിന്റെ ഡിസ്ട്രിക്ട്സിലും വേറെ സ്റ്റേറ്റുകളിലും ഉണ്ട് നോർത്തിൽ. അപ്പോൾ അവരെല്ലാവരും ട്രാൻസ്ഫറിന്റെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറെ പേര് റോസ്റ്ററിൽ വന്നിട്ടുണ്ട്. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രാൻസ്ഫേഴ്സ്. സോ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. കാരണം ഞാനും അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് ഇപ്പം നോർത്തിലായിരുന്നാലും സൗത്തിലായിരുന്നാലും ജോബ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്കൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫർ വേണം, ട്രാൻസ്ഫർ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആയിരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അതായത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എവിടെ ആണെങ്കിലും. പിന്നെ AG3 മാനേജറിനും ഈ ഇയർ ഉണ്ടാവുമോ? മാനേജറിന്റെ കാര്യം വി കാണ്ട് എക്സ്പെക്ട്. AG3 നെക്സ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രോഗ്രഷൻ അനുസരിച്ച് നെക്സ്റ്റ് ഇയർ ആണ് വരുന്നത്. പക്ഷെ കാര്യങ്ങൾ സ്പീഡപ്പ് ആകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഇയർ ലാസ്റ്റ് വിളിക്കാനുള്ള ചാൻസും ഉണ്ട്. വേറൊരു കാര്യം, നിങ്ങളിപ്പോ AG3 ടെക് ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഏജ് ലിമിറ്റിന്റെ ബാർ വരില്ല. നിങ്ങൾക്ക് അപ് ടു ദ ഏജ് ഓഫ് 50 നിങ്ങൾക്ക് FCA മാനേജർ എക്സാം, FCA AGM എക്സാം, ബീങ് എംപ്ലോയി ഓഫ് FCA നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ കിട്ടും. അതായത് സീറ്റിന് റിസർവേഷൻ ഇല്ല, ഏജ് ലിമിറ്റിന് മാത്രം നിങ്ങൾക്ക് അപ് ടു 50 ഇയേഴ്സ് നിങ്ങൾക്ക് FCA എല്ലാ പരീക്ഷ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് ആണ്. അപ്പം എനിക്കിപ്പം നോർമലി എനിക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴി എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? FCA എംപ്ലോയി എന്നുള്ള രീതിയിൽ എനിക്ക് 50 ഇയേഴ്സ് വരെ എനിക്ക് മാനേജറിന് അപ്ലൈ ചെയ്യാം. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് അപ്ലൈ ചെയ്യാം. AGM-ന്റേതും ഡയറക്ട് റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാം. പിന്നെ അല്ലാതെ നമുക്ക് ആക്സലറേഷൻ പ്രൊമോഷൻ സ്കീം എന്ന് പറഞ്ഞാൽ APS ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. AG3 ടെക്നിക്കൽ ചെയ്യാൻ പറ്റും. AG3 ടെക്നിക്കലും മാനേജറും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ടും രണ്ട് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. രണ്ട് നോട്ടിഫിക്കേഷൻ, രണ്ട് എക്സാം, രണ്ട് പ്രിലിംസ്, രണ്ട് മെയിൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ SBIയുടെ ക്ലർക്കും SBIയുടെ PO എഴുതണ പോലെയാണ് FCA മാനേജറും AG3 ടെക്നിക്കലിന്റെ എക്സാം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്ത് രണ്ട് ഡിഫറെന്റ് എക്സാംസ് എഴുതാം. ഏത് കിട്ടുന്നു അങ്ങനെ പോവാം. എന്റെ ബാച്ചിൽ ഒരാളുണ്ടായിരുന്നു, ടെക്നിക്കലിൽ കിട്ടി, AG3 ടെക്നിക്കലായിട്ട് കിട്ടി, പുള്ളിക്കാരൻ മാനേജറായിട്ട് കിട്ടി. മാനേജറിന്റെ റിക്രൂട്ട്മെന്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 3 മാസം പുള്ളിക്കാരൻ ടെക്നിക്കലായിട്ട് വർക്ക് അസിസ്റ്റന്റ് ലെവൽ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം മാനേജറായിട്ട് ജോയിൻ ചെയ്തു. അത് ഇപ്പം പുള്ളിക്കാരൻ അമൃത്സറിലുണ്ട്. നോർത്ത് സോണിൽ കിട്ടിയാൽ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഇയർ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞു, കിട്ടിയാൽ ട്രാൻസ്ഫർ അല്ല. മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സൗത്ത് സോണിൽ നിന്നും സെയിം കാറ്റഗറി, അതായത് ഇപ്പൊ നിങ്ങൾ UR സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ UR കാറ്റഗറി ഉള്ള ആള് തന്നെ കിട്ടണം. AG3 ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ AG3 ടെക്നിക്കൽ ഉള്ള ഒരാളെ തന്നെ കിട്ടണം. അയാളും നോർത്തിലോട്ട് വരാൻ ആഗ്രഹിക്കണം. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ കിട്ടത്തുള്ളൂ. അതായത് FCA കോർപ്പറേഷനെ ഒരു എംപ്ലോയിനെ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മ്യൂച്വൽ ട്രാൻസ്ഫറിന്. ഒരേ കാഡർ, ഒരേ കാറ്റഗറിയിലുള്ള ഒരാൾ പോവുകയും അതേപോലെ ഒരാൾ സോണിലോട്ട് വരികയും ചെയ്യുമ്പോൾ നമ്മളെ FCA അതിലൊരു റെസ്ട്രിക്ഷനും വയ്ക്കത്തില്ല. അതുകൊണ്ടാണ് മ്യൂച്വൽ ട്രാൻസ്ഫർ പെട്ടെന്ന് കിട്ടുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ്. കാരണം ഓൾ ഓവർ ഇന്ത്യയാണ്. അപ്പൊ നമുക്ക് കണക്ഷൻസും നമ്മൾ ഇങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കി കണ്ടുപിടിച്ച് അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് മാത്രമേ നമുക്ക് അങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോബിന് കാറ്റഗറി റിസർവേഷൻ ഉണ്ട്. മെയിൻസിനും പ്രിലിംസിനും ക്വസ്റ്റ്യൻ ലെവൽ ഡിഫറൻസ് ഉണ്ട്. ഈ PYQS റിപ്പീറ്റ് ആകോ? അതെനിക്ക് മനസ്സിലായില്ല. PYQS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ. അതെനിക്കറിയത്തില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആകും ഒട്ടുമിക്ക. അതായത് സെയിം ടു സെയിം ആയിരിക്കില്ലെങ്കിലും ആ ഒരു പാറ്റേൺ അതങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ, അതുകൊണ്ട് ഇപ്പൊ അഗ്രി ഗുരു ആയാലും ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. അതിപ്പോ അവർ AOയുടെ കോച്ചിങ്ങും, ഞാൻ A4 കോച്ചിങ്ങും അഗ്രി ഗുരുവിന് എടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ പോർഷൻസ് എന്തായാലും ഒരു കവർ ചെയ്യും. പിന്നെ ഇപ്പോ
എന്താ പറയാ, എനിക്ക് തോന്നുന്നു HCAയുടെ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത്ര കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പ്രിപ്പറേഷൻ HCAക്ക് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ എക്സാംസിന്റെ ഒരു എക്സാം പാറ്റേൺ ആണിത്. ഇപ്പൊ നിങ്ങൾ SSC CGL, SSC CHSL, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡ്, നാഷണൽ സീഡ് കോർപ്പറേഷൻ, സെൻട്രൽ വെയർ ഹൗസ് കോർപ്പറേഷൻ, ഇതിന്റെ ഒക്കെ എക്സാമിന്റെ പാറ്റേണും ഓൾമോസ്റ്റ് 80% ഇത് തന്നെയാണ്. അപ്പോ ഒരു ഈ ഒരു എക്സാമിന്റെ പാറ്റേണിലോട്ട് പഠിക്കണോ വേണ്ടേ, ഞാനിത് പഠിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം FCA അല്ലെങ്കിൽ കൂടി ഒത്തിരി ഞാൻ ഈ പറഞ്ഞ എക്സാമിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് വരാം, അല്ലെങ്കിൽ അടുത്ത മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഒത്തിരി വേക്കൻസി വരും. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ ആ ടൈമിൽ കുറച്ച് ഈസി ആയിരിക്കും. പോസ്റ്റിംഗ് കൂടുതൽ സിറ്റീസിലാണോ? ഡിവിഷണൽ ഓഫീസ് വരെയൊക്കെ കൂടുതലും സിറ്റീസിലാണ്. പക്ഷേ ഫുഡ് സ്റ്റോറേജ് ഡിപ്പോസ്, അതായത് ഗോഡൌൺസ് ഒക്കെ കൂടുതലായിട്ടും കുറച്ച് റിമോട്ട് ഏരിയാസിലായിരിക്കും. കാരണം റെയിൽ മൂവ്മെന്റ് ആണ് കൂടുതലായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി സ്റ്റോക്ക് ഒക്കെ പോകുന്നത് കൂടുതലായിട്ടും റെയിൽ മൂവ്മെന്റ് വഴിയാണ്. അപ്പം റെയിൽവേ സൈഡിങ്സിലായിരിക്കും കുറച്ചുകൂടെ ഗോഡൌൺസ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ FSD, ഫുഡ് സ്റ്റോറേജ് ഡിപ്പോസ് ഒക്കെ കുറച്ച് ഉള്ളിലോട്ടായിരിക്കും. പിന്നെ മാനേജർ പോസ്റ്റിന് BSc ഓണേഴ്സ് അഗ്രി മതിയോ? മതിയല്ലേ? മതി എന്നാണ്. MSc അല്ല, MSc ഇതുവരെ ഇല്ല. PG വേണ്ട. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ വേണ്ട. എനിക്ക് തോന്നുന്നു HCAയുടെ ഒരു ജോബിനും MSc ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മാനേജർ പോസ്റ്റ് വരുമ്പോ ഈ ബോട്ടണി, സുവോളജി, ഫിസിക്സ് കാർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്യൂർ അഗ്രിക്കാർക്ക്, അഗ്രി ഇപ്പൊ ഹോർട്ടി നമുക്ക് ഇക്വലൻസി വെച്ചിട്ട് ഹോർട്ടി. അതുകൊണ്ട് ഇപ്പൊ ഹോർട്ടി ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഡു അപ്ലൈ ഫോർ ദ എക്സാം, യു ആർ എലിജിബിൾ. ഇപ്പം എന്റെ ബാച്ചിൽ തന്നെ ഒത്തിരി ഹോർട്ടിക്കാരായ BSc ഹോർട്ടി ഒത്തിരി പേര് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. യു ആർ എലിജിബിൾ, യു ക്യാൻ അപ്ലൈ. എക്സാം ഇയർ കാണുമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷന്റെ കാര്യം ഞാൻ അപ്ഡേറ്റ് പറഞ്ഞു. കുറച്ചു മിനിസ്ട്രി ലെവലിന്റെ അപ്രൂവലിന് വെയിറ്റിംഗ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ IBPSലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ആവത്തുള്ളൂ. അതിനുശേഷം മിനിമം ഒരു 1 month ആപ്ലിക്കേഷൻ ടൈം കിട്ടും. പിന്നെ ഒരു 1 monthന്റെ അകത്ത് എക്സാം നടക്കും. അപ്പോൾ ഒരു 2 months. അപ്പം അതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഈ വർഷം എക്സാം വരിക എന്ന് പറയുന്നത് ഇപ്പം നിലവിലത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചാൻസ് കുറവായിരിക്കും. അതാണ്. പക്ഷെ ഈ വർഷം എക്സാം വരുന്നോ ഇല്ലേ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ, അതെ, നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. കാരണം ഇതിപ്പോ സെപ്റ്റംബർ കഴിഞ്ഞു, ഈ വർഷം തീരാൻ ഇനി എത്ര മാസം ഉള്ളത്? ഇപ്പോഴേ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മിനിമം ഒരു 6 months ഒരു ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കാനുള്ള ടൈം ഉണ്ട്. അതുകൊണ്ട് അത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, പഠിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Is there any chance to have AG2 exam next year? ഞാൻ ഓൾറെഡി പറഞ്ഞു AG2ന് എക്സാം ഇല്ല. AG2 നമ്മൾ ഡയറക്ട് വേക്കൻസി എന്ന് പറയുന്നത് കാറ്റഗറി 3 അതെ അതെ, ഓക്കെ, കാറ്റഗറി 2 ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. മാനേജർ അത് നെക്സ്റ്റ് ഇയറിൽ ചാൻസ് കാണും. നമുക്ക് അതൊന്നും ആക്ച്വലി പറയാനുള്ള ഒരു ഇത് പറ്റില്ല. ഇപ്പൊ ടെക്നിക്കലിന്റെ കാര്യം മാത്രമേ നമുക്ക് ഷുവറിറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ തുടങ്ങാനുള്ള കാര്യം പറയാനുള്ള റീസൺ, പ്രിലിംസ് പാസ്സായി മെയിൻസിനിടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ചയുടെ ഗ്യാപ്പ് പോലും തികച്ചു കാണില്ല. കാരണം പ്രിലിംസിന്റെ റിസൾട്ട് വന്നു, എന്റെ ടൈമിൽ അങ്ങനെയായിരുന്നു. പ്രിലിംസിന്റെ റിസൾട്ട് വന്നു, ഒരാഴ്ചക്കുള്ളിൽ തന്നെ മെയിൻസിന്റെ ഡേറ്റും വന്നു. ഞാൻ യഥാർത്ഥത്തിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് അറിയാൻ തന്നെ ഞാൻ ഒരു ദിവസം വൈകി പോയി. അപ്പൊ അതുകൊണ്ട് ആ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മെയിൻസിന്റെ ഒരു പോർഷനും അങ്ങനെ പഠിച്ചെടുക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അതും ഞാൻ പറഞ്ഞു, മെയിൻസ് ആണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ. നിങ്ങൾ പ്രിലിംസിൽ എത്ര സ്കോർ ചെയ്തു എന്നുള്ളത് മാറ്റർ ചെയ്യില്ല. പ്രിലിംസ് ജസ്റ്റ് പാസ് ആയാൽ പോലും എന്താ പറയാ മെയിൻസ് എഴുതാൻ പറ്റും. പക്ഷെ മെയിൻസിന്റെ മാർക്കാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് മെയിൻസിലാണ് സബ്ജക്ട് കൂടുതലും. പ്രിലിംസിൽ GSന് 25 മാർക്കേ വരുന്നുള്ളൂ, പക്ഷെ മെയിൻസിൽ GSന് 45 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പം ഇവര് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഗ്രിഗുരു അങ്ങനെ തന്നെ ആയിരിക്കും അത് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവും. കാരണം മെയിൻസ് പഠിച്ചാൽ തന്നെ പ്രിലിംസ് കവറായി, 100% കവറായി. ഓക്കെ, അതുകൊണ്ട്
നോട്ടിഫിക്കേഷൻ വന്നിട്ട് നോക്കാം അല്ലെങ്കിൽ പ്രിലിംസ് പാസ്സായിട്ട് നോക്കാം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്ലണ്ടർ ആയി പോകും. അതുകൊണ്ട് വേറെ ഇപ്പോഴേ ആകുമ്പോൾ ചെയ്ത് പോവാം. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് മറ്റോ ഉണ്ടാവുമോ? ഇല്ല, വേറെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ലാംഗ്വേജ് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ലാംഗ്വേജ് പഠിക്കും. ആക്ച്വലി കാരണം നമുക്ക് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലായിടവും പിടിച്ചിരിക്കാം. കാരണം ഫീൽഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പബ്ലിക് ഡീലിംഗ് വളരെ കുറവാണ്. ഇപ്പം നമുക്ക് പ്രൊക്യൂർമെന്റ് റീജിയണിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഫാമേഴ്സുമായിട്ട് നമ്മൾ കോൺടാക്ട് വരുള്ളൂ. ആൻഡ് ദേ നോ ഹിന്ദി ഓൾസോ. സോ അവർക്ക് ഹിന്ദി വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. ഞാനും ആക്ച്വലി പഞ്ചാബിൽ ചെന്നതിന് ശേഷമാണ് ഹിന്ദി പഠിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് ഹിന്ദി പഠിക്കും, പഞ്ചാബി കേട്ടാ പഠിക്കും. അപ്പം കേട്ടാ മനസ്സിലാവും. സംസാരിക്കാനാണെങ്കിൽ കുറച്ച് ഇതൊക്കെ അത് നമ്മളെ മലയാളികളുടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഏത് സ്ഥലത്ത് പോയാലും അവരുടെ ലാംഗ്വേജ് പെട്ടെന്ന് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വേറെ ലാംഗ്വേജ് വേണമോ, കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ കമ്പൽസറി അല്ല. യു ക്യാൻ മാനേജ് വിത്ത് ഇംഗ്ലീഷ്. പിന്നെ മാനേജർ പോസ്റ്റിലും സോണൽ ലെവൽ ആണോ? അതെ, മാനേജർ പോസ്റ്റിലും സോണൽ ലെവൽ ആണ്. AGM പോസ്റ്റ് മാത്രമാണ് ഓൾ ഇന്ത്യ ലെവൽ. അതായത് AGM-ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളം വേണം, കർണാടക വേണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് നിങ്ങൾ കേരളത്തിലായിരിക്കും, നാളെ നിങ്ങൾ ആസാമിലിരിക്കും, ആസാമിൽ നിന്ന് പിന്നെ നിങ്ങൾ പഞ്ചാബിൽ പോകും, പഞ്ചാബിൽ നിന്ന് അങ്ങനെ ഓൾ ഓവർ ഇന്ത്യ. നമുക്ക് സോണില്ല. AGM കാറ്റഗറി 1 തൊട്ട് സോണില്ല. നിങ്ങൾ എപ്പോഴും 2 കൊല്ലത്തിൻ്റെ അകത്ത് ട്രാൻസ്ഫർ പൊയ്ക്കൊണ്ടിരിക്കും, പൊയ്ക്കൊണ്ടിരിക്കും. മാനേജറും അസിസ്റ്റന്റിന് മാത്രമേ സോണുള്ളൂ. മാനേജറിനും AGM ആവുന്നത് വരെ അവർ ഏത് സോണിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ സോണിൽ തന്നെ അവർക്ക് സെർവ് ചെയ്യാം. AGM ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്, അവർക്ക് ഒരു 5 ഇയേഴ്സ് മാത്രമേ ഒരു റീജിയണിൽ, അതായത് ഒരു സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ സർവീസ്, എൻറ്റയർ സർവീസിൽ 5 ഇയേഴ്സ്. അതിൻ്റെ അകത്ത് അല്ല, 5 ഇയേഴ്സ് ഇൻ എ സോൺ, 5 ഇയേഴ്സ് ഇൻ എ സോൺ. ഓക്കെ, സോണിൽ 5 ഇയേഴ്സ് ആണ്. അപ്പോൾ ഈ 5 ഇയേഴ്സ് ഇപ്പോൾ കേരളത്തിലുള്ള ഒരു AGM ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ ട്രൈ ടു ബി ഇൻ കേരള ഫോർ ദാറ്റ് 5 ഇയേഴ്സ്. കാരണം അവർക്ക് പിന്നെ സൗത്ത് സോണിലേ കിട്ടത്തില്ല, ദേ വിൽ ബി ഔട്ട് ഓഫ് സോൺ. അപ്പം അങ്ങനെ ഓഫീസ് വർക്ക് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നു. ഓഫീസ് വർക്ക് ഇപ്പൊ ഞാൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഡിവിഷണൽ ഓഫീസിലാണ്. എനിക്ക് ഫയൽ വർക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാനുള്ളൂ. ഓക്കെ, പക്ഷെ സൂരജ് സാർ പറഞ്ഞ പോലെ സാറ് ഡിപ്പോയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഫീൽഡ് വർക്കാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പൊ വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. പ്യൂർലി ഫയൽ വർക്ക് മാത്രമാണ്. അത് ഞാൻ പഠിച്ചതായിട്ടൊന്നും അതിന് ബന്ധമില്ല, പക്ഷെ അത് നിങ്ങൾക്ക് ട്രെയിനിങ് തരും, നിങ്ങൾ അതുമായിട്ട് അഡാപ്റ്റ് ആവും. ഇനി ഇതൊരു ടീഡിയസ് ആയിട്ടുള്ള ജോലിയേ അല്ല, ആർക്കായാലും ചെയ്യാൻ പറ്റും. ആൻഡ് എനിക്ക് തോന്നുന്നു ഗേൾസിന് കുറച്ചും കൂടി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. അത്യാവശ്യം നിങ്ങൾ അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയാസിൽ FCA ഡെലിബറേറ്റ്ലി അങ്ങനെ പുഷ് ചെയ്ത് വിടാറില്ല. യു വിൽ ബി ഗിവൻ എ ചോയ്സ്. വിത്തിൻ സോൺ മ്യൂച്വൽ ട്രാൻസ്ഫർ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? BSc ഹോർട്ടിക്ക് ഇക്വലൻസി യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. KU അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി നിന്നാണോ പഠിച്ചിറങ്ങിയത് അതെ അതെ, അവിടെ അപ്ലൈ അതാത് ചെയ്യാം. യൂണിവേഴ്സിറ്റി. അതാത് യൂണിവേഴ്സിറ്റിയിൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. വേക്കൻസി എത്ര കാണും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം എല്ലാ റീജിയണിൽ നിന്നും, ഇപ്പം ഞാൻ നിൽക്കുന്നത് റീജിയണൽ ഓഫീസിലാണ്. അപ്പം എല്ലാ റീജിയണിൽ നിന്നും വേക്കൻസി കൺസോൾട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട് എത്ര വേക്കൻസി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വേക്കൻസി എന്തായാലും കഴിഞ്ഞ അഡ്വർടൈസ്മെന്റിന്റെ ഒരു ട്രെൻഡ് ഒക്കെ ആയിരിക്കാം, പക്ഷെ പറയാൻ പറ്റില്ല, എന്തോന്ന് നടക്കാം. ഡിസ്ക്രിപ്റ്റീവ് ലെവലൊന്നും ഇല്ല കേട്ടോ, എല്ലാം MCQ തന്നെയാണ്. നമ്മൾ നോർമൽ എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന പോലെ ഡിസ്ക്രിപ്റ്റീവിലൊന്നുമില്ല, ഒന്നുമില്ല. എക്സാം സെന്റേഴ്സ് എവിടെ വരും ചോദിച്ചിട്ടുണ്ട്. എക്സാം സെന്റേഴ്സ് നമ്മൾ പൊതുവെ AFO ഒക്കെ എഴുതുന്ന പോലെ തന്നെയാണ്, ഒത്തിരി സെന്റേഴ്സ് ഉണ്ടാവും. നോർത്ത് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ പറ്റും? നോർത്ത് എക്സാമിന് അപ്ലൈ ചെയ്താൽ നമുക്ക് സൗത്ത് കൊടുക്കാൻ പറ്റില്ല. ഏത് സോണാണ് സെലക്ട് ചെയ്യുന്നത് ആ സോണിന്റെ വേക്കൻസിക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റൂ. അതായത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും എഴുതുന്ന സെയിം ആയിരിക്കും, എല്ലാവർക്കും സെയിം എക്സാം പാറ്റേൺ ആയിരിക്കും, പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്ത സോണിൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട് ആവും. പിന്നെ OBC ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പം റിസർവേഷൻ എടുക്കുന്നവര് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മുന്നേ ശരിയാക്കി വെക്കാം കേട്ടോ.
ലാസ്റ്റ് അത് ഡോക്യുമെന്റ് നിങ്ങൾ വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ സ്റ്റിക്ക് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഉറപ്പുവരുത്തുക. അതിൽ OBC സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആസ് ഓൺ ബിഫോർ ഇന്ന തീയതി എന്ന് കാണിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ബെറ്റർ നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഒരു OBC സർട്ടിഫിക്കറ്റ് കാണും. അത് വച്ചേക്കുക നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം. കാരണം നോട്ടിഫിക്കേഷനിൽ സപ്പോസ് ഇന്ന തീയതിക്ക് മുമ്പായിട്ട് OBC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ബാക്ക് ഡേറ്റിൽ പോയി ചെന്ന് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബെറ്റർ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. നോട്ടിഫിക്കേഷനിൽ ആഫ്റ്റർ എന്നാണ് മെൻഷൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശേഷമുള്ള ഒരു OBC സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ എന്ത് ചോദിച്ചാലും റെഡി ആയിട്ട് ഇരിക്കണം. ഇതൊക്കെ മെയിനായിട്ടും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിലാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. അവർ ചോദിക്കും, അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. കേരളത്തിൽ ഈ അഗ്രികൾച്ചറിൽ ഏതൊക്കെ പോസ്റ്റ് സബ്ജക്ട് ട്രിവാൻഡ്രം ആണോ ഉള്ളത്? അല്ല, നമുക്ക് നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടോട്ടല് 9 ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ആണ് ഉള്ളത്. 9 ഡിസ്ട്രിക്ട് ഓഫീസിൽ കൺട്രോൾ ചെയ്യുന്ന റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് DO ട്രിവാൻഡ്രത്ത് തന്നെയാണ് DO ട്രിവാൻഡ്രവും RO ട്രിവാൻഡ്രവും ഉള്ളത്. DO ട്രിവാൻഡ്രത്തിന്റെ കീഴിൽ 2 ഫുഡ് സ്റ്റോറേജ് ഡിപ്പോസ് ആണ് ഉള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഓൾ ഓവർ കേരളയിലും ഇതേപോലെ ഉണ്ട്. അതായത് നമ്മുടെ കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പിന്നെ കൊച്ചി, തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര്, ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? തൃശ്ശൂര്, അങ്ങനെ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഉണ്ട്. അവർ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ആണ്. ഇടുക്കിയിലുണ്ടോ? ഇല്ല, ഇടുക്കിയിലില്ല. ഇടുക്കിയെ കണക്ട് ചെയ്യുന്ന ഗോഡൌൺസ് ഉണ്ട് സൈഡിലായിട്ട്. അതായത് ആ ഒരു റീജിയനിൽ വരും. അവിടെ ഇടുക്കിയിലോട്ടൊക്കെ ഉള്ളത് കൂടുതലായിട്ടും ട്രക്ക് മൂവ്മെന്റ് വഴിയൊക്കെയാണ് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ഗുഡ്സ് പോകുന്നത്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഓൾ കണക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ കേരളത്തിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഓഫീസിൽ നിങ്ങൾ പ്രിഫറൻസ് ചോദിക്കും. അതനുസരിച്ച് വേക്കൻസി ഉള്ളതനുസരിച്ചിട്ടായിരിക്കും ഡിസ്ട്രിക്ട് ഓഫീസിൽ നിങ്ങളുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് വരുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും ആദ്യമായി പറയുന്നു, കേരളത്തിൽ വേക്കൻസി കുറവാണ്. നമ്മുടെ AG3 ടെക്നിക്കലിലെ വേക്കൻസി കുറവാണ്. കാരണം നിങ്ങൾക്കറിയാം, കൺസ്യൂമിങ് റീജിയൻ ആണ് നമ്മൾ. വി ആർ കൺസ്യൂമേഴ്സ്. അപ്പം അവിടെ വർക്ക് ലോഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, കൂടുതൽ ഓഫീസ് വർക്ക് ആയിരിക്കും. നമുക്ക് ആക്ച്വലി ഫുഡ് സ്റ്റോറേജ് ഡിപ്പോസിലാണ് കൂടുതലായിട്ട് വേക്കൻസീസ് ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ നോർത്തിലൊക്കെ ഫുള്ളും വേക്കൻസി വരുന്നത്. കാരണം അവിടെയാണ് ആക്ച്വൽ FCIയുടെ വർക്ക് എന്ന് പറയുന്നത് നോർത്ത് സോണാണ്. നോർത്ത് സോണിലല്ല, പ്രൊക്യൂർമെന്റ് റീജിയനിലാണ് ആക്ച്വൽ FCIയുടെ വർക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി. നമ്മുടെ സൗത്ത് സോണിലുള്ള 3 സ്റ്റേറ്റ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്രയും എംപ്ലോയീസ് പഞ്ചാബിൽ മാത്രമുണ്ട്. അപ്പം അതുകൊണ്ടൊരു ഇനി വേറെ ഡൗട്ട് ഒന്നും കാണുന്നില്ല. ഒരു ഹിമയുടെ ഡൗട്ട് ഉണ്ട്, അഗ്രികൾച്ചറിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാണ്? കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ, അതായത് ആ പ്രൊഫഷണൽ നോളജിൽ അഗ്രികൾച്ചർ മാത്രമല്ല, അഗ്രികൾച്ചർ, ബോട്ടണി, സോളജി, കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്. അതിൽ അഗ്രികൾച്ചർ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഈസ് എന്റമോളജി, എക്കണോമിക്സ് ഒക്കെയാണ് കൂടുതലും ചോദിക്കുക. എന്റമോളജി തന്നെ അപ്ലൈഡ് എന്റമോളജി പാർട്ട്, അതായത് നിങ്ങൾ തേർഡ് ഇയറിലൊക്കെ പഠിക്കില്ലേ, UGയിൽ ആ പോർഷൻസ്. സ്റ്റോറേജ് പെസ്റ്റിനെയാണ് കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ സ്റ്റോറേജ് പെസ്റ്റ്, അതിന്റെ ലൈഫ് സൈക്കിള് കാര്യങ്ങൾ, നമ്മൾ അതൊന്നും ആക്ച്വലി നമ്മൾ ഫീൽഡ് ലെവലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊരു റൂട്ടീൻ വർക്ക് ഉണ്ട്. ആ റൂട്ടീൻ വർക്ക് നമ്മൾ ഫോളോ ചെയ്ത് അങ്ങ് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി ആപ്ലിക്കേഷൻ പാർട്ടിന്റെ സയൻസ് വരുന്നത് ആക്ച്വലി എന്റമോളജിയുടെ സ്റ്റോറേജ് പെസ്റ്റിനെ എങ്ങനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നു, അതാണ് സ്റ്റോറേജ് പെസ്റ്റ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ഡസൻ മീൻ ദാറ്റ് ദ എക്സാം ക്വസ്റ്റ്യൻസ് വിൽ കം ഫ്രം ദാറ്റ് സ്റ്റോറേജ് പാർട്ട് ഓൺലി. ഈ പറഞ്ഞതുപോലെ എല്ലാ ഭാഗത്തു നിന്നും വെറൈറ്റീസ് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ വെജിറ്റബിൾ വെറൈറ്റീസ്, അതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പം ചാറ്റ് ബോക്സ് ശാന്തമായി. ഇനി എന്തെങ്കിലും ഡൗട്ട് സാർ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടുകളും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. OBC 33 ഏജ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് നോട്ടിഫിക്കേഷൻ അനുസരിച്ചിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ, ഏജ് ആസ് ഓൺ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻഡ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അപ്പൊ നമുക്ക് ഡൗട്ടൊക്കെ ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. സൂരജ് സാർ, മൈൻഡ് ചെയ്യാം. ജാനു മാഡം ഓക്കെ അല്ലേ?
Thank you. I thank AgriGuru ഓക്കെ for this താങ്ക് യു വെരി opportunity. മച്ച്. എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് ഇവര് രണ്ടുപേരും നമ്മളെ അപ്രോച്ച് ചെയ്ത ഉടനെ തന്നെ അവര് മോർ ദാൻ വില്ലിംഗ് ആയിരുന്നു ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് തോന്നുന്നു പിന്നെ അവര് ഇത് എക്സാം എഴുതുമ്പോൾ ഉള്ള ചില ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാഞ്ഞത്. അപ്പം അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം, നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവര് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് അവർ ഇത്രയും നേരം അവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ കൂടെ ഈ ഒരു സെഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേരിലും അഗ്രിയുടെ പേരിലും ഞാൻ ഇവരോട് നന്ദി പറയാണ്. താങ്ക് യു മാഡം. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. Thank you. ഓക്കെ എവരിവൺ. എല്ലാ പാർട്ടിസിപ്പൻസിനും അതേപോലെ തന്നെ നന്ദി പറയുന്നു. നിങ്ങൾ ഇത്രയും നേരം 1.5 മണിക്കൂറിന് മേലെ നിങ്ങൾ ഇതേപോലെ കേട്ടിരുന്നു, ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ അത്രയും വിശദമായിട്ട് ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിന്റെ കാര്യങ്ങളായാലും പ്രിപ്പറേഷന്റെ കാര്യങ്ങളായാലും. അപ്പം നിങ്ങൾക്ക് ഇനിയും ഫെർദർ ഡൗട്ട്സ് എന്തെങ്കിലും അഥവാ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അഗ്രി ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിന് അല്ലെങ്കിൽ ഇപ്പോൾ ഇവരോട് ചോദിച്ചിട്ട് അതിനുള്ള ആൻസേഴ്സ് നമ്മൾ തരുന്നതാണ്. അപ്പം താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്. AgriGuruന്റെ കോൺടാക്ട് നമ്പർ കോൺടാക്ട് നമ്പർ ഞാൻ ഇപ്പം ചാറ്റിലേക്ക് എഴുതാം. അല്ല 8590753947. Okay then. Thank you everyone. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് ഈ ഒരു ഫെസിലിറ്റി കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരരുത് എന്നുള്ളൊരു തീരുമാനം കൊണ്ടാണ് ഞാൻ ആദ്യമേ യെസ് പറഞ്ഞത്. സോ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. ഓക്കെ. Okay.